ഓക്കെ, അപ്പൊ നമ്മുടെ രണ്ട് ഗവൺമെന്റ് ഉണ്ടായിരുന്നു അല്ലെ. നമ്മുടെ ആക്ച്വൽ ഗവൺമെന്റ് ഫോം ചെയ്യുന്നതിന് മുന്നേ ഒരു ഗവൺമെന്റ് കൂടി ഉണ്ടായിരുന്നു. ഇതിന്റെ ഒരു എങ്ങനെയാണ് ഇത് ഓരോ പോർട്ട്ഫോളിയോസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ററിം ഗവൺമെന്റിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ അപ്പൊ ഇന്ററിം ഗവൺമെന്റിൽ നെഹ്റുവിന്റെ പോസ്റ്റ് എന്തായിരുന്നു? ഇതൊരിക്കൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ററിം ഗവൺമെന്റിൽ നെഹ്റുവിന്റെ പോർട്ട്ഫോളിയോ എന്തായിരുന്നു? എന്തായിരുന്നു നെഹ്റുവിന്റെ പോർട്ട്ഫോളിയോ ഇന്ററിം ഗവൺമെന്റിൽ? യെസ്, വൈസ് പ്രസിഡന്റ് ആണ്. പിന്നെ ഒന്ന് രണ്ട് പോർട്ട്ഫോളിയോസ് കൂടിയുണ്ട് അല്ലെ. ഏതൊക്കെയാണത്? എക്സ്റ്റേണൽ അഫയേഴ്സും കോമൺവെൽത്തും അല്ലെ. എക്സ്റ്റേണൽ അഫയേഴ്സ് കോമൺവെൽത്ത്. ഇത് നമുക്ക് ഒരുവിധം നമ്മൾ ക്രാക്ക് ചെയ്തതല്ലേ? ഇതെങ്ങനെ പഠിക്കേണ്ടതെന്ന് ക്രാക്ക് ചെയ്തതല്ലേ അല്ലെ? സി എച്ച് ബാബ ഏതായിരുന്നു? കോഡ് ഓർമ്മിച്ചേ. സി എച്ച് ബാബ പെട്ടെന്ന് പറയണേ. 7:10 നമുക്ക് ഇത് റിവിഷൻ തീർക്കണം. യെസ്, പവർ, മൈൻഡ്, പിന്നെന്താണ്? വർക്ക്സ് ആണ് അല്ലെ. അല്ലെങ്കിൽ വർക്ക്സ്, മൈൻഡ്സ്, പവർ, ഇത്രയും കാര്യമാണല്ലോ സി എച്ച് ബാബ. ബുക്ക് നോക്കി പറഞ്ഞാൽ മതി, കുഴപ്പമില്ല. ഇനി ലേബർ ആരായിരുന്നു? ലേബർ എന്നുള്ള പോർട്ട്ഫോളിയോ കേൾക്കുമ്പോൾ തന്നെ എന്താണ് തോന്നുന്നത്? പണിയെടുപ്പിക്കുന്നതാണ് അല്ലെ. ശ്രീരാമൻ വാനരന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ലേബർ. ജഗ്ജീവൻ റാം. യെസ്, ഫിനാൻസ് ആരായിരുന്നു? ഫിനാൻസ് യെസ്, ലിയാഖത്ത് അലി ഖാൻ ആണ് അല്ലെ. ലിയാഖത്ത് അലി ഖാൻ. ഇനി ഡോക്ടർ ജോൺ മത്തായി. യെസ്, സപ്ലി ആണ് അല്ലെ. ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലീസ് അല്ലെ. യെസ്. ഇനി നിഷ്ഠയർ, ഇയാളേതാ? നിഷ്ഠയർ ഏതൊക്കെയാണ്? പോസ്റ്റും എയറും ആണ് അല്ലെ. പോസ്റ്റ് ആൻഡ് എയർസ് അല്ല, പോസ്റ്റ് ആൻഡ് എയർ അല്ലെ. പോസ്റ്റ് ആൻഡ് എയർ. യെസ്. ഇത് റെയിൽവേ ഈസ് നോട്ട് സേഫ്. ഇത് എന്തിന്റെ കോഡായിരുന്നു? റെയിൽവേ ഈസ് നോട്ട് സേഫ്. റെയിൽവേ ഈസ് സേഫ്. യെസ്, അസാഫ് അലി ആണ് അല്ലെ. അസാഫ് അലി. ഇനി ബീഹാറുകാരനല്ലേ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ? ആരാണ്? ബീഹാറുകാരനല്ലേ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ? യെസ്, രാജേന്ദ്ര പ്രസാദ് അല്ലെ. ബീഹാറുകാരനാണ്. യെസ്. ഡിഫൻസ് ആരായിരിക്കും? ഡിഫൻസ് ആരായിരിക്കും? ബൽദേവ് സിംഗ് അല്ലെ. യെസ്, ബൽദേവ് സിംഗ്. അതുപോലെ ഒരു ഇമ്പോർട്ടന്റ് ആയതൊന്നുണ്ട് അല്ലെ. ലോ ഏതായിരുന്നു? ലോ യെസ്. ആരായിരുന്നു? എഡ്യൂക്കേഷൻ ആരായിരുന്നു? ലോ അറിയാലേ. ലോ ആരാ? മണ്ഡൽ കമ്മീഷൻ ആണല്ലേ. മണ്ഡൽ കമ്മീഷൻ. എഡ്യൂക്കേഷൻ ഒരു ഗുരുവാണ് അല്ലെ. ഗുരു എന്ന് പറഞ്ഞാൽ എന്താ? ആചാര്യാണ്. ആചാരി. അപ്പൊ ആചാര്യമാരാണ് ഫോർമുല തരുക അല്ലെ. ഫോർമുലാസ് ആണ് ഈ ആചാര്യമാർ പഠിപ്പിക്കുന്നത് അല്ലെ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആചാര്യമാരാണ് ഫോർമുലാസ് പഠിപ്പിക്കുന്നത്. അപ്പൊ CR ഫോർമുല എന്ന് പറയുന്നത് ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? CR ഫോർമുല സി രാജഗോപാലാചാര്യയുടെ കോൺട്രിബ്യൂഷൻ ആണ്. ഇത്രയൊക്കെയാണല്ലോ ഒരു നമ്മൾ കവർ ചെയ്തില്ലേ. സർദാർ വല്ലഭായ് പട്ടേൽ ഏതൊക്കെയായിരുന്നു പോർട്ട്ഫോളിയോസ്? ഒറ്റയൊന്നും കൂടെ ബാക്കിയുള്ളൂ. പിന്നെ ഒരു 2 ബാക്കിയുണ്ട്, കൊമേഴ്സും ഹെൽത്തും. യെസ്, ഹോം ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ആണ് അല്ലെ. ഹോം ഇൻഫർമേഷൻ ആവുമ്പോൾ എന്തായാലും ബ്രോഡ്കാസ്റ്റ് ചെയ്യണം. മറ്റൊന്ന് ഹോം ആണ് അല്ലെ. അപ്പൊ ഇത്രയും കിട്ടിയില്ലേ. ഇനി കൊമേഴ്സ് IE ചുൻഡ്രിഗർ, ഹെൽത്ത് ഗസ്നാഫർ അലി ഖാൻ. ഇത്രയും പഠിച്ച് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഈ 2 കൂടി ട്രൈ ചെയ്യണം കേട്ടോ. ഇത്രയും പഠിച്ച് ഓക്കെ ആണെങ്കിൽ
ഇനി ആക്ച്വൽ ഗവൺമെന്റ് 1947 സ്വാതന്ത്ര്യത്തിന് ശേഷം ഫോം ചെയ്ത ആദ്യത്തെ ഗവൺമെന്റ്. നെഹ്റു എന്തായിരുന്നു? നെഹ്റു വൈസ് പ്രസിഡന്റ് ആണോ ഇപ്പോഴും? നെഹ്റു ഇപ്പോഴും വൈസ് പ്രസിഡന്റ് ആണോ? അല്ല അല്ലെ, പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാറി. പ്രൈം മിനിസ്റ്റർ വേറെ എന്താണ്? പഴയതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് ഉണ്ട്, കോമൺവെൽത്ത് അഫയേഴ്സ് റിലേഷൻസ് ഉണ്ട്. പിന്നെന്താണ് എക്സ്ട്രാ ഉള്ളത്? എന്താണ്? സയന്റിഫിക് റിസർച്ച്. സയന്റിഫിക് റിസർച്ച് അല്ലെ? സയന്റിഫിക് റിസർച്ച് ഒന്നില്ലേ? എത്ര പേരുണ്ട്? 25. ഓക്കെ, എനിവേ ഇന്ന് ക്ലാസ് കുറച്ചു നേരം എക്സ്ട്രാ ഉണ്ടാവും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഓക്കെ. വല്ലഭായ് പട്ടേൽ എന്താണ്? വല്ലഭായ് പട്ടേൽ ഹോം ഉണ്ട്, ഇൻഫർമേഷൻ ഉണ്ട്, ബ്രോഡ്കാസ്റ്റിംഗ് ഉണ്ട്. എക്സ്ട്രാ ഒന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേറ്റ്സ് ആണ് അല്ലെ? സ്റ്റേറ്റ്സ്. ബീഹാറുകാരൻ എന്താണ്? രാജേന്ദ്ര പ്രസാദ് എന്താണ്? അത് തന്നെയാണ് അല്ലെ? ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. ഞാൻ സെയിം ആയിട്ടുള്ളത് എഴുതുന്നില്ല, മാറി വന്നത് മാത്രം നമുക്ക് എഴുതാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണല്ലേ? എഡ്യൂക്കേഷൻ മാറി. എഡ്യൂക്കേഷൻ ഇപ്പൊ ആരായി? മൗലാന മനീഷ്. എഡ്യൂക്കേഷൻ യെസ്, മൗലാനയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഡോക്ടർ ജോൺ മത്തായി മാറിയല്ലോ. ഡോക്ടർ ജോൺ മത്തായി ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ ആണ് അല്ലെ? ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ ആണ്. ഇൻഡിപെൻഡന്റ് ഇന്ത്യയുടെ ആദ്യത്തെ റെയിൽവേ മിനിസ്റ്റർ ആണ് ഡോക്ടർ ജോൺ മത്തായി. റെയിൽവേ എന്ന് പറയുമ്പോൾ എന്താണ്? ട്രാൻസ്പോർട്ട് കൂടി വരും അല്ലെ? ഇതിലൊന്നും കൺഫ്യൂഷൻ ഇല്ല. ഇപ്പൊ ഡോക്ടർ ജോൺ മത്തായി മലയാളി ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ഡീറ്റെയിൽസും അയാൾ ഇന്ത്യൻ ഗവൺമെന്റിൽ എന്തായിരുന്നു അറിഞ്ഞിരിക്കണം. മറ്റേത് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് ഗവൺമെന്റിൽ അയാളുടെ പോസ്റ്റ് എന്താണ്? ഫിനാൻസ് മാറി അല്ലെ? ലിയാഖത്ത് അലി ഖാൻ മാറി. ഫിനാൻസ് ആരാണ് വന്നത്? വട്ടിപ്പലിശക്കാരൻ ചെട്ടിയാരും വന്നല്ലേ? ആർ കെ ഷൺമുഖം ചെട്ടി അല്ലെ? ഷൺമുഖം ചെട്ടി അല്ലെ? ഷൺമുഖം ചെട്ടി. വട്ടിപ്പലിശക്കാരൻ ചെട്ടിയാ. ലോ അറിയാലോ? ലോ എളുപ്പല്ലേ? ലോ ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന ആള് തന്നെയാണ് അല്ലെ? അംബേദ്കർ. ഫസ്റ്റത്തെ ലോ മിനിസ്റ്റർ ആണ് അംബേദ്കർ. ഡൗട്ടില്ലല്ലോ? ഇല്ല. പിന്നെന്താണ്? ലേബർ മാറിയിട്ടുണ്ടോ? ലേബർ ആരാണ്? യെസ്, ജഗജീവൻ റാം തന്നെയാണ്. ഡിഫൻസ് ആരാണ്? ഡിഫൻസ് ബൽദേവ് തന്നെയാണ് അല്ലെ? ബൽദേവ് സിംഗ് തന്നെയാണ്. യെസ്. ഇനി ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഹെൽത്ത് ആരാണ്? ഹെൽത്ത് എന്ന് കേൾക്കുമ്പോഴെന്താണ്? അമൃത ഹോസ്പിറ്റൽ കൊച്ചി ആണല്ലേ? നമ്മുടെ ഹെൽത്തിനൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അമൃത ഹോസ്പിറ്റൽ കൊച്ചി അല്ലെ? അമൃത ഹോസ്പിറ്റൽ കൊച്ചി. ഹെൽത്ത്. CH ബാബ എന്തായിട്ട് മാറി? CH ബാബ എന്തായിട്ട് മാറി? യെസ്, ഓൾറെഡി പവർ ഒക്കെ ഉണ്ടാക്കി ഒരുപാട് പവർ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? KSEB പോലെയാണ്. അറ്റോമിക് പവർ സ്റ്റേഷൻ ഒക്കെ വെച്ച് ഒരുപാട് പവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് വിൽക്കണം, കൊമേഴ്സ്യലൈസ് ചെയ്യണം അല്ലെ? അപ്പൊ ഇതിലെ എന്തിലേക്ക് മാറി? കൊമേഴ്സിലേക്ക് മാറി അല്ലെ? കൊമേഴ്സിലേക്ക് മാറി ആണല്ലോ. CH ബാബ കൊമേഴ്സിലേക്ക് മാറി. ഈ ഒരു സ്റ്റോറി ഓർമ്മിച്ച് വെക്കണേ. യെസ്. ഇനി ഏതാണ്? ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി. ഞാൻ ഇമ്പോർട്ടന്റ് ആയത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടർ ശ്യാം പ്രസാദ് മുഖർജി. യെസ്, ഇൻഡസ്ട്രീസ് ആൻഡ് സപ്ലൈസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ബാക്കിയുള്ളതിനേക്കാളും ഇത് ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ഇത് പ്രതീക്ഷിക്കാം. ഇതൊക്കെ ഒന്ന് എഴുതിയല്ലേ? എഴുതാനൊന്നുമില്ലല്ലോ. യെസ്. ഇനി ആരാണ് കമ്മ്യൂണിക്കേഷൻ മിനിസ്റ്റർ? ആരാണ് കമ്മ്യൂണിക്കേഷൻ? ആരാ? റാഫി അഹമ്മദ് കിഡ്വായി അല്ലേ? റാഹി അഹമ്മദ് കിഡ്വായി.
പിന്നെ നേരത്തെ പറഞ്ഞ വർക്ക് പവർ മൈൻസ്, ഇതാരാണ്? വർക്ക് പവർ മൈൻസ് ആരാണ്? ഗാഡ്ഗിൽ ആണ് അല്ലെ? ഗാഡ്ഗിൽ. ഇത് രണ്ടും ഏറ്റവും അവസാനം പഠിക്കുക. ഇതെപ്പോഴാണ് പഠിക്കേണ്ടത്? ബാക്കിയുള്ള ഒരു 12 എണ്ണം ഉണ്ട് അല്ലെ? ബാക്കിയുള്ള 12 എണ്ണം തറവായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഈ 2 എണ്ണം കൂടി കവർ ചെയ്യാം. ഓക്കെ, എത്ര എണ്ണം ഇപ്പൊ കിട്ടുന്നുണ്ട്? വലിയ തെറ്റാൻ സാധ്യത ഇല്ലാതെ എത്ര എണ്ണം കിട്ടുന്നുണ്ട്? എല്ലാവരും ഒന്ന് പറഞ്ഞേ. വിനായക, മഞ്ജുഷ, എത്ര എണ്ണം കിട്ടുന്നുണ്ട്? പതിനൊന്ന്. യെസ്, വെരി ഗുഡ്. എല്ലാം കിട്ടുന്നുണ്ടല്ലേ? ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും എങ്ങനെയുണ്ട്? കിട്ടുന്നുണ്ടോ? അരുൺ, 7. ഓക്കെ, ഏതാടാ ഡൗട്ട്? ഏതാടാ? ഏതേലും ഡൗട്ട് ഉള്ളതുണ്ടോ? മീൻസ് ഇത് പഠിക്കാൻ കോഡ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണ് എന്ന് തോന്നുന്ന ഏതെങ്കിലും ഉണ്ടോ? പഴയ ഇന്റർവ്യൂ ഗവൺമെന്റുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ? മാറാത്ത ചില ആൾക്കാരുണ്ട്. പിന്നെ 2 പേര് മേജറായിട്ട് മാറിയിട്ടുണ്ട്. ഡോക്ടർ ജോൺ മത്തായി മാറിയിട്ടുണ്ട്. പിന്നെ ഏതാണ് മാറിയത്? ഒരാളൂടെ മാറിയിട്ടില്ലേ? CH ബാബ അല്ലെ? ഡോക്ടർ ജോൺ മത്തായും CH ബാബയും അവർ പഴയതിൽ ഉണ്ടായിരുന്നു. പഴയതിൽ വേറൊരു പോർട്ട്ഫോളിയോ ആയിരുന്നു, പുതിയതിലേക്ക് എത്തുമ്പോൾ വേറൊരു പോർട്ട്ഫോളിയോ. അപ്പൊ അത് രണ്ടും സ്ട്രെസ് ചെയ്ത് പഠിക്കണം, മാറാൻ വേണ്ടി പാടില്ല. അപ്പൊ ഇവരുടെ 2 പേരുടെയും കഥ ഒന്ന് പഠിച്ചു നോക്കണം അല്ലെ? ഫസ്റ്റ് എന്താണ്? ജോൺ മത്തായിക്ക് മൊത്തം സപ്ലി അടിച്ചിരിക്കുവാണ് അല്ലെ? പിന്നെ എന്ത് ചെയ്തു? സപ്ലി ഒക്കെ പാസ്സായി എക്സാം ഒക്കെ എഴുതിയിട്ടാണ് റെയിൽവേയിൽ കയറുന്നത്. ഒന്നാ കഥ. മറ്റൊന്നെന്താണ്? CH ബാബ ബാർക്കിന്റെ ഒക്കെ ആളാണല്ലേ? ഇപ്പൊ എന്ത് ചെയ്തു? ആദ്യം ഒരുപാട് അറ്റോമിക് മൈൻസ് ഒക്കെ ചെയ്ത് വർക്കൊക്കെ ചെയ്ത് ഒരുപാട് പവർ ജനറേറ്റ് ചെയ്ത് വെച്ചു. പിന്നീട് എന്ത് ചെയ്യണം? അത് കൊമേഴ്സ്യലൈസ് ചെയ്യണം അല്ലെ? ക്രോണോളജിക്കൽ ഓർഡർ കിട്ടില്ലേ ഇവരുടെ 2 പേരുടെ? ഇല്ലേ? എഡ്യൂക്കേഷൻ ഒന്നും കുഴപ്പമില്ല, ആചാര്യാണ്. പിന്നെ രണ്ടാമത്തേത് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയ ആളാണല്ലോ, ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ. യെസ്. പിന്നെ ഞാൻ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടല്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി നമ്മൾ ഫോം ചെയ്തത്? കോൺസ്റ്റിറ്റ്യൂഷൻ ആക്കുക എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ചാനൽ ഉണ്ട് അല്ലെ? ആ ചാനലിലൂടെ ഉണ്ടാക്കണം അല്ലെ? ഇത് പെട്ടെന്ന് 3-4 പേരുടെ തീരുമാനം വഴി എടുക്കേണ്ട ഒരു കാര്യമല്ല. ഇന്ത്യയില് അന്നുണ്ടായിരുന്ന ഒരു 10-70 കോടി ആൾക്കാർ അന്നേ ഉണ്ട് അല്ലെ? ഇത്രയും പേരുടെ കാര്യമാണ് ഇത്. നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല, ഇതൊരു വളരെ വലിയൊരു പ്രോസസ്സാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയുടെ ഡിഫറെന്റ് കമ്മിറ്റീസും അതിന്റെ ഹെഡും ഇമ്പോർട്ടന്റ് ആണ്. അത് ചോദിക്കാറുണ്ട്. നമുക്കിനെ സ്റ്റാർട്ട് ചെയ്തൂടെ? ഇത് ഓക്കെ ആണല്ലോ? ഇത്രയും ഓക്കെ അല്ലേ? അല്ലേ? യെസ്. ഐ എം ടോക്കിംഗ് അബൌട്ട് എ ബസ്. ഇതൊരു ബസ്സാണ്. ബസ് പോരെ? ബസ് ഇങ്ങനെ തന്നെ വെച്ചാൽ പോരെ? ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ടാവും അല്ലെ? ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത് ഒരു ബസ്സാണ്. ഓക്കെ, ടോട്ടൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്നത് ഒരു ബസ്സാണ്. ഇനി ഇതിന്റെ ഈ ബസ്സിന്റെ ഡ്രൈവർ ആരാണ്? ഇതിന്റെ ഡ്രൈവർ ആരാ? ഡ്രൈവർ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, യെസ്. ഇനി ഇതിലുള്ള ഡ്രൈവർ ഉണ്ടാവും, ഒരാളും കൂടി ഉണ്ടാവുമല്ലോ. അതാരാ? യെസ്, അവിടെ കണ്ടക്ടർ ഇല്ലേ? ടിക്കറ്റ് ചെക്കർ അല്ലെങ്കിൽ കണ്ടക്ടർ ഇല്ലേ? കണ്ടക്ടർ വേണ്ടേ? യെസ്, കണ്ടക്ടർ ഉണ്ട് അല്ലെ? ഒരു ഡ്രൈവർ ഉണ്ട്, ഒരു കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, യെസ്. ഇതാരാണ്? ഇത് നെഹ്റു ആണ്. ഇത് നെഹ്റു ആണ്. ഓക്കെ, കണ്ടക്ടർ ഉണ്ട്, ഒരു ഡ്രൈവറും ഉണ്ട്. ഓക്കെ, ഈ 2 പേരെ മതി. നമുക്ക് കുറച്ച് കാര്യങ്ങൾ കമ്മിറ്റിയിലുള്ള ഒരുപാട് കമ്മിറ്റീസ് ഉണ്ട്, മുഴുവൻ കോഡില്ല. ഞാനപ്പോ ചില കാര്യങ്ങൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 കാര്യം പറഞ്ഞത്.
അപ്പോ ഇതില് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണല്ലോ ഇതിന്റെ ഡ്രൈവർ അല്ലെ? യെസ്. അപ്പൊ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കമ്മിറ്റി ഓൺ റൂൾസ് ഓഫ് പ്രൊസീജിയർ. കമ്മിറ്റി ഓൺ റൂൾസ് ഓഫ് പ്രൊസീജിയർ. റൂൾസ് ഓഫ് പ്രൊസീജിയർ ഇതിന്റെ ഹെഡ്. കമ്മിറ്റി ഓൺ റൂൾസ് ഓഫ് പ്രൊസീജിയർ. ഇത് ഞാൻ അടുത്തതിൽ പറയാം. ഇത് നമുക്കത് ക്രാക്ക് ചെയ്യാം. അതിനു മുന്നേ സ്റ്റിയറിംഗ് കമ്മിറ്റി. സ്റ്റിയറിംഗ് കമ്മിറ്റി ഇതിന്റെ ഹെഡ് ആരാണ്? സ്റ്റിയറിംഗ് ഒക്കെ ആരാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒരു ബസ്സിൽ ഡ്രൈവർ ആണല്ലോ. സ്റ്റിയറിംഗ് കമ്മിറ്റി കിട്ടിയില്ലേ? എന്താ റെസ്പോൺസ് ഇല്ലാത്തത്? യെസ്. അപ്പൊ സ്റ്റിയറിംഗ് കമ്മിറ്റിയും മറ്റേതാണ് കമ്മിറ്റി ഓൺ റൂൾസ് ഓഫ് പ്രൊസീജിയർ. റൂൾസ് ഓഫ് പ്രൊസീജിയർ. ഓക്കെ. ഒന്ന് ഇയാളാണല്ലേ ഡ്രൈവിംഗ് ചെയ്യുന്നത്. അപ്പൊ എന്തുണ്ട്? സ്റ്റിയറിംഗ് ഇത് തന്നെയല്ലേ? സ്റ്റിയറിംഗ് വേണം. മറ്റേത് എന്താണ്? ആരാണ് ഒരു ബസ് ഓടിക്കുമ്പോൾ ആരാണ് റൂൾസ് ഒക്കെ ഫോളോ ചെയ്യേണ്ടത്? കണ്ടക്ടറോ ക്ലീനറോ ആണോ? ആരാണ് റോഡ് നിയമങ്ങൾ? യെസ്, ഡ്രൈവർ ആണ് അല്ലെ? ഇത് കിട്ടിയില്ലേ? ഇപ്പൊ ഡ്രൈവറുടെ പണി എന്താണെന്ന് കിട്ടിയില്ലേ? ഡ്രൈവറാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. DR ആണ് അല്ലെ? DR കിട്ടിയല്ലോ. DR ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കമ്മിറ്റി ഓൺ റൂൾസ് ഓഫ് പ്രൊസീജിയർ. ഡ്രൈവറാണ് റൂൾസ് ഓഫ് പ്രൊസീജിയർ ഒക്കെ പാലിക്കേണ്ടത്. മറ്റേതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി. സ്റ്റിയറിംഗ് ആരുടെ കയ്യിലാണ് ഉണ്ടാവുക? ഡ്രൈവറുടെ കയ്യിലാണ്. ഡ്രൈവർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ? ഓക്കെ. ഇനി ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. ബസ്സിൽ ആരാണ് ഫിനാൻസ് ഒക്കെ നോക്കുന്നത്? ഒരു ബസ്സിൽ ആരാ ഫിനാൻസ് ഒക്കെ നോക്കുന്നത്? യെസ്, കണ്ടക്ടർ ആണല്ലേ? വരവേൽപ്പ് സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, മോഹൻലാലിന്റെ അല്ലേ? യെസ്. അതിലല്ല, ഫിനാൻസ് അല്ലെങ്കിലും കണ്ടക്ടർ ആണെന്ന് അറിയാം. ഞാൻ പറഞ്ഞു വരുന്നത് അതില് സ്റ്റാഫിന്റെ കൂടെ വരുന്നത് എല്ലാ സ്റ്റാഫിനും. നിങ്ങളൊരു സാധാരണ ഒരു ബസ്സിൽ വൈകുന്നേരങ്ങളിൽ എങ്ങനെയാണ് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ക്യാഷ് ഒക്കെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ മുതലാളിക്കൊക്കെ ക്യാഷ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുന്ന ആരാണ്? കണ്ടക്ടർ ആണല്ലേ? അപ്പൊ ഫിനാൻസിനെയും സ്റ്റാഫിനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഇല്ലല്ലോ. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ജിനു ഒന്നുകൂടെ നോക്കുക കേട്ടോ. എൻ്റെ അതിൽ പുതിയ വർഷനാണ്, അതിലൊന്നും കുഴപ്പമില്ല. യെസ്. ഇനി നാഷണൽ ഫ്ലാഗ് അഡ്ഹോക് കമ്മിറ്റി ഓൺ. ഈ കമ്മിറ്റിയുടെ ഒക്കെ എന്താണ് ഇവരുടെ പണി എന്നൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ. എന്താണ് ഇവർ ചെയ്തത് ഇതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ജസ്റ്റ് ഈ കമ്മിറ്റിയുടെ പേര് പഠിക്കുക. അതിന്റെ ഹെഡ് ആരാണ്? ഓക്കെ. അഡ്ഹോക് കമ്മിറ്റി ഓൺ. ഇത് ഞാനിപ്പോ ഈ അഡ്ഹോക് കമ്മിറ്റി എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഈ കമ്മിറ്റി ഉണ്ട്. അതിന് നാഷണൽ ഫ്ലാഗ് ഡിസൈൻ ചെയ്യാനുള്ള കമ്മിറ്റിന്നോ അല്ലെങ്കിൽ നാഷണൽ ഫ്ലാഗ് കമ്മിറ്റിന്നോ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ കമ്മിറ്റി നാഷണൽ ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഹെഡ് ആരാണെന്നുള്ള ക്വസ്റ്റൻ ആണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഇത്രയും നമ്മൾ എഴുതുന്നത് അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് എന്നൊക്കെ എഴുതുന്നത് ക്വസ്റ്റ്യൻ പണ്ടത്തെ പോലെ ചെറിയ ഒരു വരി ക്വസ്റ്റൻ ആയിരിക്കില്ല. ഓക്കെ. ക്വസ്റ്റ്യൻ ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ക്വസ്റ്റൻ എങ്ങനെയായിരിക്കും? വളരെ ലെങ്ത് ആണ് അല്ലെ? ദർവാസയൊക്കെ എന്താ എങ്ങനെ ചോദിക്കുക? ദർവാസ കോൺസ്റ്റിറ്റ്യൂന്റ് കമ്മിറ്റി in 1948. Who was the ad hoc committee? Was the head of ad hoc committee on national flag? ഇങ്ങനെയുള്ള വലിയ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റൻ ഉണ്ടാവുക. നമ്മളെ കുറച്ച് വായിപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ. ad hoc committee on national flag ആരാണ്? ഇതൊന്നെങ്കിൽ കണ്ടക്ടർ ആണ്. ഒരു ബസ്സിൽ കണ്ടക്ടർ ആണ് ഫ്ലാഗ് വെക്കുന്നതും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് അറിയാലോ, ചില ബസ്സിന്റെ ഒക്കെ മുന്നിൽ ദൈവത്തിന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ് സാധാരണ. അല്ലെങ്കിൽ നിങ്ങൾ ബസ്സിന് സ്വാതന്ത്ര്യത്തിനൊക്കെ ബസ്സിൽ പോകുമ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്? കണ്ടക്ടർ ആണല്ലേ? ഒന്നുകിൽ അങ്ങനെ ആലോചിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ആലോചിക്കണം? നെഹ്റുവിന്റെ ഇവിടെയല്ലേ, പോക്കറ്റിന്റെ അവിടെയല്ലേ ഒരു നാഷണൽ ഫ്ലാഗ് ഉള്ളത്? കണ്ടിട്ടുണ്ടോ? ഇല്ലേ? നെഹ്റുവിന്റെ പോക്കറ്റിന്റെ അവിടെ നാഷണൽ ഫ്ലാഗ് ഇല്ലേ? യെസ്. ഇത്രയും കഴിഞ്ഞു കേട്ടോ. റോസ് ഉണ്ട്. റോസ് എനിക്കറിയാം.
നാഷണൽ ഫ്ലാഗ് കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഓക്കെ ജിനു, ഞാൻ നോക്കാം. ജിനു നോക്കാം. യെസ്, ഇനിയുള്ളത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയാണ്. അത് കഴിഞ്ഞു കേട്ടോ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയാണ്. നമുക്കറിയാലേ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നത് ആരാണ്? നെഹ്റു ആണ്. ഇത് യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റിയാണ്. മറ്റൊന്ന് ഏതാണ്? യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷനും പവേഴ്സും, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പവേഴ്സ്. ഓക്കെ, ഒന്നുകിൽ ഇത് ഏറ്റവും കൂടുതൽ പവർ ആർക്കാണ്? ഒരു ബസ്സിൽ പവർ ആർക്കാണ് കൂടുതൽ? കണ്ടക്ടർക്ക് തന്നെയാണ് അല്ലെ. മണി ആർക്കാണോ അവർക്കാണ് പവർ എന്നുള്ള രീതിയിൽ ആലോചിക്കണം. ഓക്കെ, ആരുടെ കയ്യിലാണ് ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അയാൾക്കാർക്കും അല്ലെ ആ ഒരു പവർ ഉണ്ടാവുക അല്ലെ. അല്ലെ, അങ്ങനെയല്ലേ? ആരുടെ കയ്യിലാണോ ക്യാഷ് അവർക്കാണല്ലേ പവർ ഉണ്ടാവുക. യെസ്, അപ്പൊ ഏതൊക്കെയാണ്? യെസ്, ഇതൊന്ന് നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി, ഇത് ചിലപ്പോ മാറാൻ സാധ്യതയുണ്ട്. മാറാനല്ല, ഇത് ലൂസനിൽ കൊടുത്ത തെറ്റാണോ എന്ന് അറിയില്ല. അപ്പോൾ ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ബാക്കി അഡ്ഹോക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ്, യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. നമുക്കറിയാം നെഹ്റു ആണ് ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത്. ഐ മീൻ അംബേദ്കർ ഇല്ല എന്നല്ല പറയുന്നത്, ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ അംബേദ്കർ ഒക്കെ അവസാനം കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എത്തിയ ആളാണല്ലേ. ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഐഡിയ ആദ്യമേ മനസ്സിൽ കൊണ്ടുവരുന്ന ആളാണ് നെഹ്റു. മറ്റൊന്ന് ഏതാണ്? യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. ഓക്കെ, യൂണിയൻ പവേഴ്സ് കമ്മിറ്റി. ഓക്കെ, അടുത്ത ആള് സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. ഒന്ന് സ്റ്റേറ്റ്സ് ആണ്, സ്റ്റേറ്റ്സ് കമ്മിറ്റി. സ്റ്റേറ്റ്സ് കമ്മിറ്റി ഇത് വലിയ കുഴപ്പമില്ലല്ലോ. സ്റ്റേറ്റ്സ് കമ്മിറ്റി കിട്ടില്ലേ? കാരണം എന്താ? ഓൾറെഡി ഇയാളൊരു മിനിസ്റ്റർ ആയിരുന്നു അല്ലെ. ഇയാളുടെ പോർട്ട്ഫോളിയോ എന്തായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേലിന്റെ സെക്കൻഡ് ഗവൺമെന്റിൽ സ്റ്റേറ്റ്സ് എന്നൊരു ഇത് കൂടി വരുന്നുണ്ട് അല്ലെ, പോർട്ട്ഫോളിയോ കൂടി വരുന്നില്ലേ? ഹോം ആൻഡ് സ്റ്റേറ്റ്സ് അല്ലേ? യെസ്, ഒന്നതാണ്. മറ്റൊന്ന് ഏതാണ്? ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ആൻഡ് എക്സ്ക്ലൂഡഡ് ഏരിയാസ്. എക്സ്ക്ലൂഡഡ് ഏരിയാസ്, ഇത്രയും കാര്യങ്ങളുടെ കമ്മിറ്റീസിന്റെ ഹെഡ് ആയിരുന്നു എക്സ്ക്ലൂഡഡ് ഏരിയാസ്. ഇത്രയും കാര്യങ്ങളുടെ കമ്മിറ്റിയുടെ ഹെഡ് ആയിരുന്നു, ചെയർമാൻ ആയിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, ഇതിൽ സ്റ്റേറ്റ്സ് നമുക്ക് ഒമിറ്റ് ചെയ്തുകൂടെ? സ്റ്റേറ്റ്സ് നമുക്ക് കിട്ടുന്ന കാര്യമല്ലേ? നമുക്കറിയാലേ ഓൾറെഡി എന്തായിരുന്നു പോർട്ട്ഫോളിയോ? സ്റ്റേറ്റ്സ് ആയിരുന്നു. അപ്പൊ അത് കിട്ടില്ലേ? യെസ്, നമുക്കറിയാം 552 നാട്ടുരാജ്യങ്ങളായിരുന്നു അല്ലെ ഉണ്ടായിരുന്നത് അല്ലെ. 552 നാട്ടുരാജ്യങ്ങളായിരുന്നല്ലേ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉണ്ടായിരുന്നത്. ഇതിനൊക്കെ യുണൈറ്റ് ചെയ്തത് സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലെ. അതുകൊണ്ടല്ലേ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് കൊടുത്തത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമക്ക് അല്ലെ. കറക്റ്റ്. അപ്പൊ ആ ഒരു ടൈമിൽ തന്നെ കുറച്ച് എക്സ്ക്ലൂഡഡ് ഏരിയാസ് ഉണ്ടായിരുന്നു. ജുനഗഡ് അല്ലെങ്കിൽ കാശ്മീർ അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലുള്ള കുറച്ച് സ്ഥലങ്ങൾ, നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയറുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ, ഇതൊക്കെ എക്സ്ക്ലൂഡഡ് ഏരിയാസ് ആയിരുന്നു. അപ്പൊ ഇതിനൊക്കെ ഇന്ത്യൻ യൂണിയനിലേക്ക്, അതെ ഹൈദരാബാദ്, ഇതിനൊക്കെ ഹൈദരാബാദ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഹൈദരാബാദ്. അപ്പൊ ഇതിനൊക്കെ ഇന്ത്യൻ യൂണിയനിലേക്ക്, ഇതൊക്കെ എക്സ്ക്ലൂഡഡ് ഏരിയാസ് ആയിരുന്നു, ഇന്ത്യൻ യൂണിയനിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലെ. സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലെ. യെസ്, ഇപ്പൊ സ്റ്റേറ്റ്സ് കിട്ടി, എക്സ്ക്ലൂഡഡ് ഏരിയാസ് കിട്ടി അല്ലെ. യെസ്, ഇനി നമുക്കറിയാം ഹോം മിനിസ്റ്റർ ആണ് അല്ലെ. സർദാർ വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്നത് ഹോം മിനിസ്റ്റർ ആണ്. ഹോം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോം മിനിസ്റ്ററുടെ ജോലി എന്താണ്? എല്ലാ ജനങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതല്ലേ. അപ്പൊ അതിൽ ഏറ്റവും അന്നത്തെ ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ ഒപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ രണ്ടാൾക്കാരായിരുന്നു അല്ലെ. ഒന്ന് വിഭജനം കൊണ്ട് മൈനോറിറ്റീസിന് പ്രശ്നം ഉണ്ടായി വരുവാണ്. മറ്റൊന്ന് ഏതാണ്? ട്രൈബൽ ആണ്. ജാതി വിഭാജനം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം മൈനോറിറ്റീസിന്റെയും ട്രൈബലിന്റെയും
ഹെഡ് ആരാണ്? വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്കാണ് കൊടുത്തത്. ആർക്കാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇത് ഒന്ന് ഓർത്ത് നോക്കൂലേ? അപ്പൊ മൈനോറിറ്റീസ് ആൻഡ് ട്രൈബൽ ഒന്നിച്ച് ഓർത്ത് നോക്കില്ലേ? യെസ്. ഇനി ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മീൻസ് എന്താ പറയാ, ഇയാളുടെ പോർട്ട്ഫോളിയോയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കമ്മിറ്റിയുടെ ഹെഡ് അല്ലെങ്കിൽ ചെയർമാൻ ആരായിരുന്നു. ഇനി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ആരാണ്? അംബേദ്കർ ആയിരിക്കും അല്ലെ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്ത ആരാണ്? അംബേദ്കർ ആണ്. നോ ഡൗട്ട്, അംബേദ്കർ. ക്രെഡൻഷ്യൽ കമ്മിറ്റി. ക്രെഡൻഷ്യൽ കമ്മിറ്റി. ക്രെഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. കൃഷ്ണസ്വാമി അയ്യർ. അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഓക്കെ, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ക്രെഡൻഷ്യൽ. ക്രെഡൻഷ്യൽ ഇതൊന്ന് വായിച്ചേ. ക്രെഡൻഷ്യൽ എന്നുള്ളത് ഒരു ക്രെഡൻഷ്യ, കൃഷ്ണ, കൃഷ്ണ ഇങ്ങനെ വായിക്കാൻ പറ്റുന്നില്ലേ? ക്രെഡൻഷ്യ കൃഷ്ണ ഇല്ലേ? റൈമിംഗ് അല്ലേ? ക്രെഡൻഷ്യ കൃഷ്ണ അല്ലേ? ക്രെഡൻഷ്യ കൃഷ്ണ വായിക്കാൻ പറ്റില്ലേ? ഇല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ എഴുതി വെച്ചോളൂ. ക്രെഡൻഷ്യ കൃഷ്ണ. ക്രെഡൻഷ്യ കൃഷ്ണ. അല്ലാടി കൃഷ്ണസ്വാമി. ഈ പേരൊക്കെ നിങ്ങൾ ഒരു തവണയെങ്കിലും വായിച്ചിരിക്കണം കേട്ടോ, എന്നാലും നിങ്ങൾക്ക് ഇത് ഓപ്ഷനിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഹൗസ് കമ്മിറ്റി. ഹൗസ് കമ്മിറ്റി പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ. പട്ടാഭി സീതാരാമയ്യ. എന്തെങ്കിലും കോഡുണ്ടോ? ഇത് എന്റെ കയ്യിൽ കോഡൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ആക്കിയിട്ട് നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഇട്ടോ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ഗ്രൂപ്പിലാണെങ്കിൽ ഇട്ടാൽ മതി. ഹൗസ് കമ്മിറ്റിയുടെ ഹെഡ്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ പഠിച്ചോ. കാരണം നമ്മൾ നിങ്ങൾ എപ്പോഴും എക്സ്പെക്ട് ചെയ്യേണ്ടത് നമുക്കൊരു 10 എണ്ണത്തിൽ നമുക്കൊരു 5 എണ്ണമേ കോഡ് ഉണ്ടാക്കാൻ പറ്റൂ. ബാക്കി 5 എണ്ണം നിങ്ങൾ എന്താ പറയണ്ടേ, കുട്ടിന്റെ പീരീഡ് ഇടുന്നത് പോലെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പോകേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, യെസ്. മനീഷ സ്റ്റാർക്ക് എല്ലാവർക്കും കിട്ടുമോ? എന്നാലും പറയാല്ലേ. ഹൗസ് ഓഫ് സ്റ്റാർക്കിൽ പട്ടാഭിഷേകം. യെസ്, നിങ്ങൾക്ക് നിങ്ങളുടെ താല്പര്യമുള്ള ഇതുണ്ടാവും അല്ലെ. എനിക്ക് തോന്നുന്നു മനീഷ ഗെയിം ഓഫ് ത്രോൺസ് കാണുന്ന ആളാണ്. അപ്പൊ മനീഷ് ഉണ്ടാക്കിയ ഓടാണ് ഹൗസ് ഓഫ് സ്റ്റാർക്കിൽ പട്ടാഭിഷേകം. പട്ടാഭിഷേകം പണ്ടൊക്കെ വലിയ വലിയ ഫാമിലീസിനെ അല്ലെങ്കിൽ വലിയ വലിയ കുടുംബങ്ങളെ, സോറി, ഈ രാജാക്കന്മാരൊക്കെ കുടുംബങ്ങളെ ഹൗസ് തന്നെയാണല്ലോ പറയാ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അത്? ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ ഉള്ളത് പോലെ ഹൗസ് ഓഫ് സ്റ്റാർക്ക് അല്ലെ. അല്ലെങ്കിൽ ഏതാണ്, ഹാരി പോട്ടർ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഹാരി പോട്ടർ. ഹൗസ് ഓഫ് സ്ലിതറിൻ ഒക്കെ കേട്ടിട്ടില്ലേ? ഹൗസ് ഓഫ് സ്റ്റാർക്ക്, ഹൗസ് ഓഫ് സ്ലിതറിൻ, ഒരുപാട് ഹൗസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇതില് പട്ടാഭിഷേകം, ഹൗസ് ഓഫ് സ്റ്റാർക്കിൽ പട്ടാഭിഷേകം. എന്താ ഈ കോഡടിച്ച എല്ലാരും ഉറങ്ങിയ? ആരുമില്ലേ? ആരും പോയാ?
ഏതുവാണോ? സ്പീഡാണോ? ഇന്ന് ഒരുപാട് സ്പീഡായി പോയോ? സ്പീഡാണോ? ഓക്കെ, സ്പീഡാണല്ലേ? ഓക്കെ. ഓക്കെ, അപ്പൊ അടുത്തത് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി. ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് നിങ്ങൾ കോഡ് മുഴുവനായിട്ട് എഴുതണേ. മലയാളത്തിലാണോ? നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഭാഷയിൽ. ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോ എളുപ്പത്തിൽ ഇത് കിട്ടുന്നത് കൊണ്ട് എഴുതാതിരിക്കരുത്. ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് എന്ന് പറഞ്ഞാൽ ധനകാര്യാണ് അല്ലെ? ബിസിനസ് എന്ന് പറഞ്ഞാൽ ധനകാര്യല്ലേ? ധനകാര്യം അല്ലെ? ബിസിനസ് എന്ന് പറഞ്ഞാൽ ധനകാര്യം അല്ലെ? ഇപ്പൊ നമ്മുടെ ധനമന്ത്രി ആരായിരുന്നു? നമ്മുടെ കേരളക്കാരുടെ ധനമന്ത്രി ആരായിരുന്നു? ബിസിനസ് എന്ന് പറഞ്ഞാൽ ധനകാര്യാണ്. നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? വെറും മാണി സാറല്ല, കെ എം മാണി സാറാണ് അല്ലെ? കെ എം മാണി സാർ. പുതിയ ആളെന്ന് നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് കെ എം മാണി സാറിനെ അറിയൂ. അപ്പൊ കെ എം മുൻഷിയാണ് ഇതിന്റെ ചെയർമാൻ. കെ എം മുൻഷി. ഓക്കെ, കെ എം മുൻഷി, ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി. ഓക്കെ, ഇത് കിട്ടിയില്ലേ? കിട്ടിയല്ലോ. നെക്സ്റ്റ് വൺ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയതാണ് ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കൂ. കമ്മിറ്റി ഓൺ ദ ഫങ്ഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കമ്മിറ്റി ഓൺ ദ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ജി വി മാവലങ്കാർ. ജി വി മാവലങ്കാർ. നമ്മൾ സാധാരണ ഒരു നിയമസഭയോ അല്ലെങ്കിൽ ലോക്സഭയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഒരു സ്പീക്കർ ഉണ്ടാവും അല്ലെ? ഒരു സ്പീക്കർ ഉണ്ടാവില്ലേ? സഭ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരാളുണ്ട് അല്ലെ? അപ്പൊ അതേ പോസ്റ്റാണ് കമ്മിറ്റി ഓൺ ദ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. ആരായിരുന്നു? ജി വി മാവലങ്കാർ ആയിരുന്നു. ജി വി മാവലങ്കാർ. ജി വി മാവലങ്കാർ. ഇനി രണ്ട് സബ് കമ്മിറ്റീസ് ആണ്. ഒന്ന്, ഇത് രണ്ടും ഏതിന്റെ കീഴിലുള്ളതാണ്? സർദാർ വല്ലഭായ് പട്ടേലിന്റെ കീഴിലുള്ള രണ്ട് കമ്മിറ്റീസിന്റെ സബ് കമ്മിറ്റീസ് ആണ്. ഒന്ന് മൈനോറിറ്റീസ് സബ് കമ്മിറ്റി. മൈനോറിറ്റീസിന്റെ സബ് കമ്മിറ്റി. മൈനോറിറ്റീസ് സബ് കമ്മിറ്റി. മറ്റൊന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി. ഇതൊക്കെ മനസ്സിലാവുമല്ലോ? നിങ്ങൾ എഴുതില്ലേ? ഫണ്ടമെന്റൽ റൈറ്റ്സ് സബ് കമ്മിറ്റി, മൈനോറിറ്റീസ് സബ് കമ്മിറ്റി. മൈനോറിറ്റീസ് മൈൻ മുഖ്. മൈൻ മുഖ്. മൈനോറിറ്റീസ് മുഖർജി. എച്ച് സി മുഖർജി. ഓക്കെ, മൈനോറിറ്റീസ് എച്ച് സി മുഖർജി. മൈനോ മുഖ് അല്ലെങ്കിൽ മിൻമുഖ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് രണ്ടും എം ആണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, മൈനോറിറ്റീസ് ആണെങ്കിൽ അതാരായിരിക്കും? മുഖർജിയാണ്. എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണ് മുഖർജി. ഫണ്ടമെന്റൽ റൈറ്റ്സ് ജെ ബി കൃപലാനി. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്സ് ജെ ബി കൃപലാനി. ഓക്കെ,
യെസ്, INC പ്രസിഡന്റ് ഡ്യൂറിംഗ് ഇൻഡിപെൻഡൻസ് JB കൃപലാനി. യെസ്, JB കൃപലാനിയാണ് നമ്മുടെ INC പ്രസിഡന്റ്. നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, INCയുടെ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഉണ്ടല്ലേ. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കമ്മിറ്റിയാണ് നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിയർ ഉള്ള ആ സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി. നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിയർ, ട്രൈബൽ ഏരിയാസ്, അവിടേക്കുള്ള നോർത്ത് ഈസ്റ്റേൺ ഫ്രണ്ടിയർ, അതർ ട്രൈബൽ ഏരിയാസ്. ഓക്കെ, പിന്നെ കുറച്ച് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ളതും പാർഷ്യലി എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഏരിയാസിന്റെ ഒക്കെ ഒരു കമ്മിറ്റി ഉണ്ട്. അതിന്റെ ഹെഡാണ് ഗോപിനാഥ് ബർദോളെ. ഗോപിനാഥ് ബർദോളെ. യെസ്, ഇനി ഇതിന്റെ ഒരു സബ് കമ്മിറ്റി ഉണ്ട്. ഇതിന്റെ ഒരു സബ് കമ്മിറ്റി ഉണ്ട്, അതായത് അസം ഒഴികെയുള്ള ബാക്കി ഏരിയാസിന് വേണ്ടിയിട്ടുള്ള ഒരു സബ് കമ്മിറ്റിയാണ്. അതിന്റെ ഹെഡാണ് AV താക്കർ. AV താക്കർ. യെസ്, അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാലോ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് GV മാവിലങ്കാർ വരെയുള്ളത് പഠിച്ചിരിക്കണം. ഓക്കെ, GV മാവിലങ്കാർ വരെയുള്ളത് പഠിച്ചിരിക്കണം. ഓക്കെ, കിട്ടില്ലേ? ഇതുവരെയുള്ളതാണ്, GV മാവിലങ്കാർ വരെയുള്ളത് എന്തായാലും പഠിച്ചിരിക്കണം. ബാക്കി നിങ്ങൾ ടൈം കിട്ടുവാണെങ്കിൽ പഠിക്കണം. ഓക്കെ, കിട്ടില്ലേ? യെസ്, അപ്പൊ ഇത്രയാണ് ഏതൊക്കെയാണ് നമ്മുടെ 3 കാര്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞല്ലേ. ഒന്നെന്താണ്, ഒന്ന് ഇന്ററിം ഗവൺമെന്റ് ആണ്, മറ്റൊന്ന് ഇന്ററിം ഗവൺമെന്റ് കഴിഞ്ഞു, മറ്റൊന്ന് ഏതാണ് ആക്ച്വൽ ഗവൺമെന്റ് അല്ലെങ്കിൽ ഫസ്റ്റ് ഗവൺമെന്റ് കഴിഞ്ഞു. പിന്നെന്ത് കഴിഞ്ഞു? കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അതിന്റെ ഡിഫറെന്റ് കമ്മിറ്റീസും അതിന്റെ ഹെഡും. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അതിലെ ഡിഫറെന്റ് കമ്മിറ്റീസ് ആൻഡ് അതിലെ ഹെഡ്. 3 കാര്യങ്ങൾ കഴിഞ്ഞല്ലോ, കഴിഞ്ഞില്ലേ? യെസ്, ഇനി എന്താണ് ബാക്കിയുള്ളത്? ഇനി കുറച്ച് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എടുത്തിരിക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാം. നമുക്ക് ഈ ആർട്ടിക്കിളൊക്കെ തീർത്തിട്ടാവും പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ട് വേറെ ആരും അസെന്റും അല്ലാത്ത ഒരാളും പഠിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. സാധ്യതയില്ലാത്തതല്ല, നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ഒരു 50 ആർട്ടിക്കിൾ പഠിക്കാനുണ്ട്, ബൈ ഹാർട്ട് ചെയ്യാനുണ്ട്. ഓക്കെ, പക്ഷെ ഇത് ഭയങ്കര ക്ലോസ് ആയിട്ടാണെങ്കിൽ എപ്പോഴും നമ്മുടെ ഇത് തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ ഇന്ന് ക്രാക്ക് ചെയ്യാണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു 2 മിനിറ്റ് ബ്രേക്ക് എടുക്കാം കേട്ടോ. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല. ഓക്കെ.
ബോറടിച്ചോ? ബോറടിച്ചോ? ഓക്കെ, ഞാൻ വെറുതെ ചോദിച്ചാണ്, ബോറടിച്ചിട്ടും കാര്യമില്ല. അപ്പൊ ഇന്ന് എന്തൊക്കെ പഠിക്കാണ്ട് അറിയില്ലേ? അതായത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്കില്ലേ? ഞാൻ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ആർട്ടിക്കിൾസ് അതിന് കൂടെയുള്ളതാണ് പാർട്സ്, മറ്റൊന്ന് ഷെഡ്യൂൾസ്. ആർട്ടിക്കിൾസും പാർട്സും ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. മറ്റൊന്ന് ഷെഡ്യൂൾസ് ആണ്, ഷെഡ്യൂൾസ്. പിന്നെ ഇത് കാലാകാലങ്ങളായിട്ട് വരുന്ന അമെൻമെന്റ്സ് അല്ലെ, അമെൻമെന്റ്സ്. അപ്പൊ ഇത്രയും കാര്യം, ഇതാണ് ഏകദേശം ഒരു 70% ക്വസ്റ്റ്യൻ ഇതിൻ്റെ അകത്താണ് ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ആർട്ടിക്കിൾസ്, പാർട്സ്, ഷെഡ്യൂൾസ്, അമെൻമെന്റ്സ്, ഇത്രയേറായി. പിന്നെ ബാക്കിയുള്ള ഒരു എന്താണ്, ഒരു ഇപ്പൊ നമ്മൾ പഠിച്ചത് 10% 10% പാട്ടെന്നാണ്. ആർട്ടിക്കിൾസിന്റെ എങ്ങനെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഐഡിയ എവിടുന്ന് കിട്ടി, കോൺസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങൾ എവിടുന്നൊക്കെ എടുത്തു, എങ്ങനെയായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ജോലി എന്തായിരുന്നു, അവരെ എങ്ങനെയാണ് വർക്ക് ചെയ്തത്. ഇപ്പൊ നമ്മൾ ഇത്രയും കാര്യം പഠിച്ചത്, അതാണ് ഒരു 10%. ഓക്കെ, ബാക്കിയുള്ളതാണ് നമ്മൾ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടല്ലേ, സുപ്രീം കോടതിയിലുള്ള ജഡ്ജ്, അതുപോലെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇപ്പൊ ഇവരുടെയൊക്കെ കാര്യങ്ങൾ, പിന്നെ പാർലമെന്റിന്റെ വർക്കിംഗ്. ഓക്കെ, പാർലമെന്റിന്റെ വർക്കിങ്ങും, പിന്നെ ഓരോ സ്റ്റേറ്റിൽ എത്ര ലോക്സഭാ സീറ്റ് ഉണ്ട്, എത്ര രാജ്യസഭാ സീറ്റ് ഉണ്ട്, അതുപോലുള്ള കാര്യങ്ങൾ. പിന്നെ ഈ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇവരുടെയൊക്കെ കാര്യങ്ങൾ. ഇവര് എത്ര വയസ്സാകുമ്പോൾ പ്രസിഡന്റ് ആവാം, ഓക്കെ, എത്ര വയസ്സ് മുതലുള്ളവർക്ക് പ്രൈം മിനിസ്റ്റർ ആവാം, അല്ലെങ്കിൽ MP ആവാം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ അകത്തൊരു 20% ക്വസ്റ്റ്യൻസ് കൂടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയതപ്പോൾ നമുക്കറിയാം ആർട്ടിക്കിൾസ് ആണ് അല്ലെ. ഒരു 350 ആർട്ടിക്കിൾസ് ഓൾറെഡി ഇപ്പോഴുണ്ട്. എത്ര ആർട്ടിക്കിൾ ഉണ്ട് ഇപ്പം? എത്ര ആർട്ടിക്കിൾസ് ഉണ്ട്? എത്ര ഉണ്ട്? 395 ആണോ? 395 സ്റ്റാർട്ടിങ്ങിലല്ലേ? 395 സ്റ്റാർട്ടിങ്ങിലായിരുന്നു. $470 ആയിട്ടുണ്ട് അല്ലേ? ഓക്കെ, ഞാൻ നോക്കിയിട്ടില്ല. 470 ആയിട്ടുണ്ട്. പാർട്സും കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 470 ആണല്ലേ? യെസ്, പാർട്സും കുറച്ച് കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്താണ്, ഷെഡ്യൂളും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള അമെൻമെന്റ് നടത്തുന്നത് വഴി പുതുതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരും. കാലാകാലങ്ങളായിട്ട് ഓരോ മാറ്റം വേണമല്ലോ, അപ്പൊ അതിൽ വരും. നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനുള്ളത് എന്താണ്? യെസ്, ആർട്ടിക്കിൾസ് ആണല്ലേ. ഇനി ആർട്ടിക്കിൾസ് പഠിക്കുന്നതിന് മുന്നേ ഈ ആർട്ടിക്കിൾസും പാർട്സും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയില്ലേ? ഒരു 10 ആർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരേ കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരേ കാറ്റഗറിയിലുള്ളതാണെങ്കിൽ അതൊരു പാർട്ടാക്കും അല്ലെ? അതൊരു പാർട്ടാക്കുമല്ലോ ചെയ്യാം അല്ലെ? യെസ്. അപ്പൊ എത്ര പാർട്സ് ആണ് നിലവിലുള്ളത്? നിലവിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര പാർട്സ് ഉണ്ട്? പാർട്സ്, ഷെഡ്യൂൾ അല്ലേ, പാർട്സ്. 25 പാർട്സ് ആണല്ലോ ഉള്ളത്. 25 പാർട്സ് ആണുള്ളത്. ഓക്കെ, 25 പാർട്സ് ആണുള്ളത്. പാർട്സിന്റെ എണ്ണത്തിലേക്കൊക്കെ നമുക്ക് വരാം. എണ്ണം, അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു, ഇപ്പോഴെത്ര ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ളത് എപ്പോഴും എന്താണ്, കുറച്ചുകൂടെ ഒരു മാറ്റം വരും അല്ലെ? കാരണം ഈ പാർലമെന്റ് സമ്മേളനം കൂടി 1-2 അമെൻമെന്റ് വന്നിട്ട് പുതിയ ഏതെങ്കിലും ആർട്ടിക്കിൾസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ ഇത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് നമ്മൾ നോക്കണ്ടെന്നല്ല, അതിനെന്തായാലും കറണ്ട് അഫയേഴ്സ് വാല്യൂ ഉണ്ട്. ഞാൻ പറയുന്നത് ആർട്ടിക്കിൾസ് ഏതാണ് നമ്മളിപ്പോ നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് നോക്കുവാണെങ്കിലും ഒരുപാട് ആർട്ടിക്കിൾസ്, എന്താണ് ആർട്ടിക്കിൾസ്, ഏതാണ് ആർട്ടിക്കിൾ നമ്പർ, ഇതാണ് പഠിക്കാനുള്ളത് അല്ലെ? ഇതല്ലേ പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ആർട്ടിക്കിൾസ് എന്താണ് ലോ എന്നുള്ളത് പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. പക്ഷെ നിങ്ങളിപ്പോ പഠിക്കുമ്പോൾ ആർട്ടിക്കിൾ 14 എന്താണ്, ആർട്ടിക്കിൾ 17 എന്താണ്? ആർട്ടിക്കിൾ 17 എന്താ? ആർക്കെങ്കിലും അറിയോ ആർട്ടിക്കിൾ 17? യെസ്,
ആർട്ടിക്കിൾ 70 കുറച്ചുകൂടെ ന്യൂസ് വാല്യൂ ഉള്ള സാധനമാണ് അല്ലെ. എന്താണ്? അൺടച്ചബിലിറ്റി ആണ്. അൺടച്ചബിലിറ്റി. ഓക്കെ, അൺടച്ചബിലിറ്റി. മഹാത്മാഗാന്ധിക്ക് ജയ്. ആർട്ടിക്കിളിന്റെ പേരെന്താണ്? അൺടച്ചബിലിറ്റി എന്നല്ല കേട്ടോ, മീൻസ് പ്രൊഹിബിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്നാണ് ആർട്ടിക്കിളിന്റെ പേര്. ഓക്കെ, അല്ലെങ്കിൽ അബോളിഷൻ ഓഫ്, പ്രൊഹിബിഷൻ അല്ല, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറഞ്ഞിട്ട് പാസ്സാക്കിയ ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 70 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടിയല്ലേ ആർട്ടിക്കിൾ 17 എന്താണെന്ന് നിങ്ങൾക്ക് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വരുവാണ് ആർട്ടിക്കിൾ 17 എന്താണെന്ന് വരുവാണ്, അല്ലെങ്കിൽ വിച്ച് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവുക. ആർട്ടിക്കിൾ 16, ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 18, ആർട്ടിക്കിൾ 19A ഇങ്ങനെ ഉണ്ടാവുക. സാധാരണ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളിത് ബൈഹാർട്ട് പഠിച്ചിട്ടാണല്ലേ ഉണ്ടാവുക അല്ലെ? നിങ്ങളിത് ബൈഹാർട്ട് പഠിച്ചിട്ടില്ല ഉണ്ടാവുക. ബൈഹാർട്ട് പഠിച്ചിട്ടാണ് ഉണ്ടാവുക. പിന്നെ കുറച്ചുകൂടെ സാധാരണ ബൈഹാർട്ട് പഠിക്കുന്നതിന് കൂടാതെ ചില ആൾക്കാർ എന്താണ് ഈ ഒരു പാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ടാവും അല്ലെ. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ഇന്ന കാര്യമാണ്. അത് പാർട്ട് 1 എന്ന് പറയുന്നത് എന്താണ്? 1 to 4 ആണ്. അത് യൂണിയൻ ആൻഡ് ടെറിട്ടറി ആണ്. അപ്പൊ അതല്ല, ഇതായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ടും ഇത് കണ്ടുപിടിക്കും. എനിവേ, ചിലപ്പോഴൊക്കെ നമ്മൾ എക്സാമിൽ നമ്മൾ എത്ര പഠിച്ചിരിക്കുന്ന സാധനമാണെങ്കിലും ഇതുപോലുള്ള 3 ക്ലോസ് ആയിട്ടുള്ള 17 പകരം 27 ചിലപ്പോൾ കുത്തിയിട്ടുണ്ടാവും. ഓപ്ഷനിൽ 27 ഉണ്ടെങ്കിൽ 27 ചിലപ്പോൾ കുത്തിപ്പോയേക്കാം. ഓക്കെ ഇല്ലേ? ഈ ഒരു അവസ്ഥ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടെങ്കിലേ നമ്മൾ മുന്നോട്ട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ആർട്ടിക്കിൾസിന്റെ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചില പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? ഇല്ലേ? വേണ്ട, ആർട്ടിക്കിൾ പറഞ്ഞാൽ മതി, അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ മതി, പഠിച്ചോളാന്നാണോ? ആർട്ടിക്കിൾ അറിയാത്തതുകൊണ്ട് തന്നെ എടുക്കാറില്ല അല്ലെ. യെസ്, എക്സാം എഴുതിയിട്ടില്ല നന്ദി. ഓക്കെ, കുഴപ്പമില്ല. റോബിൻ, ഷോർട്ട് കട്ട് എങ്ങനെയാണ്? സ്റ്റോറി. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തന്നെ മെത്തേഡാണ്, വേറെ എവിടെ ഇല്ലാത്തൊരു മെത്തേഡാണ്. ഓക്കെ, സോ നിങ്ങൾ മൈൻഡ് പാലസ് എന്ന് കേട്ടിട്ടില്ലേ? മൈൻഡ് പാലസ് എന്ന് കേട്ടില്ല? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൈൻഡ് പാലസ് എന്ന് കേട്ടിട്ടില്ലേ? മഞ്ജുഷ കേട്ടിട്ടില്ലേ? മഞ്ജുഷ കേൾക്കേണ്ടതാണല്ലോ മൈൻഡ് പാലസ്. ഷെർലക് ഹോംസിലൊക്കെ ഉള്ളത്. യെസ്, നമ്മളൊരു കാര്യം പഠിക്കണമെങ്കിൽ സാധാരണ മൈൻഡ് പാലസ് ഈ സിവിൽ സർവീസിൽ പഠിക്കുന്നവരൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ചില കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. ഇപ്പൊ മുഗൾസിന്റെ ഒക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും? അവരുടെ റൂമിലുള്ള അവരുപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ എന്താക്കി മാറ്റിയെടുക്കും? അതിന്റെ ഇപ്പൊ അവരൊരു പേന ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ പേനയെ ചിലപ്പോൾ അക്ബർ ചക്രവർത്തിയായിട്ട് എടുക്കും. അതിന്റെ കൂടിയൊരു സ്കെയിൽ ഉണ്ടെങ്കിൽ അത് ഹുമയൂൺ ആയിട്ട് എടുക്കും അല്ലെ. ഇമാജ് പോലെ. യെസ്, അപ്പൊ ഇങ്ങനെയുള്ള മൈൻഡ് പാലസ് വെച്ചിട്ട് നമുക്ക് അറിയാത്തൊരു കാര്യം അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യം ആ പാലസ്, യെസ്, നമ്മുടെ എന്താണ് നമ്മൾ മനസ്സിലുണ്ടാക്കിയ ആ ഒരു റൂമിലുള്ള എല്ലാ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് വെക്കും അല്ലെ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? മൈൻഡ് പാലസ്. യെസ്, ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാൻ വേണ്ടി മൈൻഡ് പാലസ് ഉണ്ടാക്കാനല്ല പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് വേറൊരു കാര്യമാണ്. ഓക്കെ, വേറൊരു കാര്യമാണ്. നമ്മളിപ്പോ ചില നമ്പേഴ്സിന്, ആർട്ടിക്കിൾസ് എപ്പോഴും നമ്പേഴ്സിന്റെ ഗെയിമാണല്ലോ. ആർട്ടിക്കിൾ 12, ആർട്ടിക്കിൾ 38, ആർട്ടിക്കിൾ 39 അല്ലെ. ഇങ്ങനെ നമ്പേഴ്സിന്റെ ഗെയിമാണല്ലോ. അപ്പൊ നമുക്ക് ഇത് പരിചയമുള്ള നമ്പർ ആയിട്ട് പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ചെയ്യും? ഈ നമ്പറിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? നമ്മൾ ഈ നമ്പറിനെ ആൽഫാബെറ്റ്സ് അല്ലെങ്കിൽ ചില സൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആൽഫാബെറ്റ്സ് അല്ലെങ്കിൽ ചില സൗണ്ട്സ്. ഓക്കെ, ചില സൗണ്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഈ ആൽഫാബറ്റും സൗണ്ടുകളും വെച്ചിട്ട്
ഏതാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 1 2 ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഫാബറ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ഒരു വേർഡ് ഉണ്ടാക്കും. ഓക്കെ, ഈ വേർഡ് വെച്ചിട്ടുള്ള ഒരു സെന്റൻസ് നമ്മൾ ഉണ്ടാക്കും. കേൾക്കും വലിയൊരു പ്രോസസ് പോലെ ഉണ്ടല്ലേ, ഒരു സെന്റൻസ് ഉണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ സെന്റൻസ് നമ്മൾ ഓർത്തിരിക്കും. ഓക്കെ, സെന്റൻസ് നമ്മൾ ഓർത്തിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും നമ്മളൊരു ഒരു ആർട്ടിക്കിൾ കണ്ടാലോ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ നമ്മൾ എന്തായിരുന്നു കോഡ് എന്ന് ആലോചിക്കും, ഇതിനെ ഡീകോഡ് ചെയ്യും. ഓക്കെ, പേടിയാ? നടക്കൂലെന്ന് തോന്നുന്നുണ്ടോ മനീഷ? നടക്കൂല തോന്നുന്നുണ്ടോ? ഒക്കില്ല ഇൻട്രസ്റ്റിംഗ് ഒക്കില്ലെന്നാണോ? എടാ എല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സെറ്റാ. നിങ്ങൾ വെറുതെ കേട്ടാ മതി. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ കാര്യം എന്താണെന്ന്? മനസ്സിലായില്ലേ? നമ്പേഴ്സിന് എന്ത് ചെയ്യും, ആൽഫാബറ്റ് അല്ലെങ്കിൽ സൗണ്ടിലേക്ക് മാറ്റും. സൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് ആയിട്ട് മാറ്റും. വേർഡിനെ സെന്റൻസ് ആക്കും. സെന്റൻസ് നമ്മൾ ഓർത്തിരിക്കും. ഇത്രയും പണിയുണ്ടാവും. ആ ആർട്ടിക്കിൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചാൽ പോലെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്രയും കഷ്ടപ്പെടുന്നതിലും ഭേദം അത് ബൈഹാർട്ട് ചെയ്യലാന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ഇത് പഠിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അങ്ങനെ തോന്നില്ല. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞതുപോലെ നമ്പേഴ്സിനൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യണല്ലോ. അപ്പൊ നമ്പേഴ്സ് ഏത് തൊട്ടാണുള്ളത്? 1 to 0 അല്ലേ? 1 2 3 4 5 6 7 ഓക്കെ 7 വരെ മതി. 8 9 0 നമുക്ക് എഴുതാം. അപ്പൊ ഇത്രയും നമ്പേഴ്സ് ഉണ്ടല്ലേ. ഈ നമ്പേഴ്സിനാണല്ലോ നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഈ നമ്പേഴ്സിൽ നമുക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെറ്റർ എന്ന് പറയുന്നത് ടി ആണ്. ടി. ഒന്നുകൂടെ വരും ഡി. ടി ആൻഡ് ഡി. അതെങ്ങനെ ഓർത്ത് നോക്കുക? അതെങ്ങനെയാണ് ഓർത്ത് നോക്കുക? ടിയും ഡിയും ഒരേപോലെ അല്ലേ? സ്വാതി ക്ലാസ്സിലുണ്ടോ? സ്വാതി ഉണ്ടോ? മലയാളം എഴുതാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലേ? ഓക്കെ, സ്വാതി ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ ടി ഡി. സ്വാതി ഞാൻ 1 2 ഞാൻ മലയാളത്തിൽ എഴുതും കേട്ടോ. ബാക്കി സ്വാതി ഇത് ഇംഗ്ലീഷ് തന്നെ എഴുതിയാൽ മതി. ടി ഡി. ഇപ്പൊ അറിയാലോ, നമുക്ക് ടി ഡി എന്നൊക്കെ പറയുന്ന ഒരേ സൗണ്ട് അല്ലേ? അതാണ് സൗണ്ട് എന്നുള്ള വേർഡ് ഉപയോഗിച്ചത്. ടി ഡി. ഞാൻ ഇത് വളരെ സ്ലോ ആയിട്ട് എടുക്കും കേട്ടോ. നിങ്ങൾ എത്ര ബോർ അടിച്ചാലും ഞാൻ ഇത് വളരെ സ്ലോ ആയിട്ട് എടുക്കും. ടി ആൻഡ് ഇത് ഒരേപോലെയാണെന്ന് എല്ലാവർക്കും തോന്നുന്നില്ലേ? മീൻസ് അതിന്റെ സൗണ്ട് വെച്ചിട്ട് ടി ഡി അല്ലേ? ഒരേപോലെ അല്ലേ? നമ്മൾ ഈ മലയാളത്തിലുള്ളതാണെങ്കിൽ ടാറ്റ ഡാറ്റ നായിൽ വരുന്നതല്ലേ ടി ആൻഡ് എന്ന് പറയുന്നത് അല്ലേ? അല്ലേ? ഇപ്പൊ ടി ആൻഡ് ഡി ഒരുമിച്ചായിരിക്കും അറിയാലോ. ഇനി 1ന് കറസ്പോണ്ടിങ് ആയിട്ട് ടി ആണോ എന്നുള്ളത് എങ്ങനെയാണ്? 1 നമ്മൾ ഇങ്ങനെയാണല്ലോ എഴുതുക, ഇങ്ങനെയല്ലേ എഴുതുക അല്ലെ? 1 ഇങ്ങനെയല്ലേ എഴുതുക? ഇതല്ലേ 1. അപ്പൊ ഇതിന് ചെറിയൊരു എക്സ്റ്റൻഷൻ കൊടുത്താൽ എന്തായി? അത് ടി ആയി മാറിയില്ലേ? ഇതല്ലേ ടി? ഇതല്ലേ ടി? ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ 1 കറസ്പോണ്ട് ടു ടി ആൻഡ് ഡി. ഇനി 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇംഗ്ലീഷ് ലെറ്റർ എൻ ആണ്. അതായത് ന്. 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എൻ ആണ്. ഓക്കെ, എൻ ആണ്. നോക്കിയേ, ഈ 2 എന്ന് എഴുതുന്നത് തന്നെ എങ്ങനെയാണുള്ളത്? എൻ പോലെയല്ലേ ഉള്ളത്? സെഡ് പോലെയാണ്. തിരിച്ചിട്ടാൽ എങ്ങനെയാണ് അല്ലെ? തിരിച്ചിട്ടാൽ എങ്ങനെയാണുള്ളത്? എൻ പോലെ ഉള്ളത് അല്ലെ? അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ ഉണ്ട്. ഇതൊരു മെത്തേഡാണ്. ഇതിന്റെ താഴോട്ടുള്ള സ്ട്രൈക്ക് 1 ആണെങ്കിൽ ടി ആണ് അല്ലെ? ടി ആണ്. ഇതിന്റെ താഴോട്ടുള്ള വെർട്ടിക്കൽ ആയിട്ടുള്ള സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഒരു സ്ട്രൈക്ക് ആണുള്ളത് ടിക്ക്. എൻ എന്ന് പറയുന്നത് എത്രയാണ്? എൻ എന്ന് പറയുന്നത് എത്ര സ്ട്രൈക്ക് ഉണ്ട്? നേരെ വെർട്ടിക്കൽ ആയിട്ട് ചെരിഞ്ഞുള്ളതെന്ന് നോക്കരുത്. നേരെ വെർട്ടിക്കൽ ആയിട്ട് എത്ര ഉണ്ട്? 2 എണ്ണാണുള്ളത്. 1 2 അല്ലെ? അതുപോലെ 3ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എം ആണ്. 3ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എം ആണ്. എം നോക്കിയേ, എം 3ന് ഇങ്ങനെയല്ലേ എഴുതുക? അതിനെ തിരിച്ചിട്ടാൽ ഇങ്ങനെയല്ലേ?
ഇങ്ങനെയല്ലേ? അല്ലെ? ഇനി എഴുതുവാണെങ്കിൽ ഇങ്ങനെയല്ലേ എം എഴുതുക അല്ലെ? എം ഇങ്ങനെയല്ലേ എഴുതുക? എം വേണ്ട, എം പോരെ? എത്ര സ്ട്രൈക്ക് ഉണ്ട്? എത്ര വേർട്ടിക്കൽ ആയിട്ടുള്ള സ്ട്രൈക്ക് ഉണ്ട്? 1 2 3 അല്ലെ? 1 2 3. അല്ലെങ്കിൽ എങ്ങനെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലാണെങ്കിലും അൾട്ടിമേറ്റ്ലി ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് വായിച്ച് ഇത് മൊത്തം 0 വരെ എത്തിക്കഴിയുമ്പോഴേക്കും ഏത് നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് ലെറ്റർ ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഏത് രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. 3 തലതിരിച്ചിട്ടിട്ടാണ് അല്ലെങ്കിൽ 3 ഒരു ലെഫ്റ്റ് റൊട്ടേഷൻ നടത്തിയിട്ടാണ് എം കിട്ടിയതെന്നോ, അല്ലെങ്കിൽ 3 ഇങ്ങനെ എഴുതിയാൽ എമ്മിന് ഇങ്ങനെ എഴുതിയാൽ 3 സ്ട്രൈക്കാണ് വേർട്ടിക്കൽ ആയിട്ടുള്ളത്, അങ്ങനെ നിങ്ങൾക്ക് ആലോചിക്കാം. എങ്ങനെയെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടുള്ളത് നിങ്ങൾ എടുക്കുക. ഇനി 4 അല്ലെങ്കിൽ 4 FOUR 4 ഇപ്പൊ 6 എന്ന് പറയുന്നത് ഏതാണ്? 4 ആണ്. ഓക്കെ, 4 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഇംഗ്ലീഷ് ലെറ്റർ R ആണ്. ഓക്കെ, ഇംഗ്ലീഷ് ലെറ്റർ R. അഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 50 നമ്പർ 50. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തേ ഇതിന്റെ റോമൻ ലെറ്റർ എന്താണ്? ആരെങ്കിലും ഒരാൾ സെർച്ച് ചെയ്തേ നമ്പർ 50. ഇതിന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ നമ്പർ 50യുടെ റോമൻ ലെറ്റർ എന്താണ്? റോമൻ ആൽഫബറ്റ് L ആണ് അല്ലെ? L ആണ്. ഓക്കെ, L ആണ്. മഞ്ജുഷ I ആണോ? L, ക്യാപിറ്റൽ L അല്ലെ? ക്യാപിറ്റൽ L. യെസ്. ഇനി 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 6 ഇങ്ങനെയാണല്ലേ ഉള്ളത്? ഇങ്ങനെയല്ലേ 6 ഉള്ളത്? അതിന് നേരെ തിരിച്ചിട്ടാൽ എന്താ? ഇങ്ങനെയല്ലേ? ഇതേതാ ലെറ്റർ? 6നെ നേരെ ഒരു മിറർ വെച്ച് റൊട്ടേറ്റ് ചെയ്താൽ എന്താണ്? J ആണ് അല്ലെ? J എന്ന് പറഞ്ഞാൽ അതിന്റെ സൗണ്ട് എന്താണ്? G ആണ് അല്ലെ? G അല്ലെ? G അല്ലെ? G. അതില് മലയാളത്തിലാണെങ്കിൽ G വരാം, ച് വരാം. ഓക്കെ, ഇതൊക്കെ ഈ ഒരു സൗണ്ട് ഒക്കെ വരും കേട്ടോ. ഈ ഒരു സൗണ്ട് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? ഇതൊക്കെ വരും. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്? യെസ്, ആർട്ടിക്കിൾസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ 6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് J ആണ്. J മാത്രമായിരിക്കില്ല, ഈ CHും SHും ഒക്കെ ഉപയോഗിച്ചാൽ എന്താണ്? അല്ലെങ്കിൽ ഇതൊക്കെ ഉപയോഗിച്ചാൽ എന്താണ് അതിന്റെ അർത്ഥം? അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 6 ആണ് അതിന്റെ നമ്പർ. ഓക്കെ, ഇനി 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 7 ഇങ്ങനെയാണല്ലോ? K ആണ്. K ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? K ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? K 7ഉം Kയും തമ്മിലുള്ള ബന്ധം. ഇവിടെ ഒരു 7 ഉണ്ടല്ലേ? ഇത് 7 അല്ലേ ഈ കാണുന്നത്? റൊട്ടേറ്റഡ് ആണെന്നല്ലേ ഉള്ളൂ അല്ലെ? ഇത് 7 അല്ലേ? അപ്പൊ K എന്താണ്? K കാണുമ്പോ ഇനി തൊട്ട് എങ്ങനെയായിരിക്കണം നിങ്ങൾ? ഇവിടെ ഒരു 7 കാണാനുണ്ടല്ലേ? ഇതായിരിക്കണം നിങ്ങളുടെ മൂഡ്. ഓക്കെ, ഇതിന്റെ സൗണ്ട് എന്താ വരുമോ? ഇത് മലയാളത്തിൽ എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് ഖ് വരും അല്ലെ? ഇതൊക്കെ വരും. ഇതൊക്കെ വരും. 7ഉമായിട്ട് ബന്ധപ്പെട്ടതാണ് 7. ഓക്കെ, കിട്ടിയില്ലേ? 7K കിട്ടി. Kയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൗണ്ട് കിട്ടി. ഓക്കെ, ഇനി 8ന് ഞാൻ എഴുതാൻ വേണ്ടി പോകുന്നത് F or V ആണ്. F or V, അതായത് ഫ് അല്ലെങ്കിൽ വ്.
എഫ് വി എഫ് വി കിട്ടിയോ? നമ്മൾ പഴയ വാച്ചൊക്കെ എടുത്താൽ ഇങ്ങനെയാണല്ലേ എട്ടുണ്ടാവുക അല്ലെ? ഇങ്ങനെയല്ലേ എട്ടുണ്ടാവുക? ഈ ഞാനിപ്പോ വരയ്ക്കുന്നതൊന്ന് മനസ്സിൽ വെക്കണേ. ഇതൊന്നും ആരെങ്കിലും ഒന്ന് മനസ്സിൽ വെക്കുമോ? ആരെങ്കിലും എന്നല്ല, എല്ലാവരും. എട്ടും എഫും കണക്ട് ചെയ്യാനുള്ളതാണ്. ഫ് കിട്ടിയാൽ വീവും കൂടി കിട്ടണം. കാൽക്കുലേറ്ററിൽ 8. കാൽക്കുലേറ്ററിൽ 8. അപ്പൊ ഇതില് അതിലൊരു എഫ് മാത്രം നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി വെക്കണം. എഫ്. ഓക്കെ, എഫ് മാത്രം മാറ്റി വെക്കണം. മാറ്റി വെക്കൂലേ? എഫ് കിട്ടുന്നില്ല. 8ന്റെ അകത്ത് എഫ് കിട്ടാനുള്ള ഐഡിയ കിട്ടിയില്ലേ? ഇവിടെ ഫുൾ ആർട്ടിക്കിൾ ഒരു 300 ആർട്ടിക്കിൾ വരെയുള്ളത്. 300 ആർട്ടിക്കിൾ നമുക്ക് പഠിക്കാനില്ല. നമുക്കൊരു 10-70 തന്നെ പഠിക്കാനുള്ളൂ. പഠിക്കണ്ട റോബിൻ, പഠിക്കണ്ട. കോർണറിൽ വി ഉണ്ട് അല്ലെ? യെസ്. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലെ? 8 ഇങ്ങനെ എഴുതിയാൽ യെസ്, ഇവിടെ ഒരു വി ഉണ്ട് അല്ലെ? ഇവിടെ ഒരു വി ഉണ്ട്. അത് മതിയോ? വെരി ഗുഡ് മനീഷ്. ഇതുപോലെ 8നെ ഐഡന്റിഫൈ ചെയ്യാൻ 8 എന്ന് എഴുതിയാൽ ഇവിടെ ഒരു വി ഉണ്ട് അല്ലെ? പോരെ? ഇതുപോലെ 8ഉം വി, എഫ് ഫോർ വി ഐഡന്റിഫൈ ചെയ്യാൻ. യെസ്. ഇനി 9 ഇങ്ങനെയാണല്ലോ ഇതോ? 9 ഇതിനെ നേരെ തിരിച്ചിട്ടാൽ എങ്ങനെയാ? ഒരു റൊട്ടേഷൻ നടത്തിയാൽ എന്താ? പി അല്ലേ? പി അല്ലെ? പി അല്ലേ? പി ഓർ ബി വരും. പിയും വരും, ബിയും വരും. അതായത് എന്താണ്? ബ്. ഒരേ സൗണ്ട് ആണല്ലേ? ബ്. കിട്ടില്ലേ? 9 ബ്. യെസ്. ഇനി 0 എന്ന് പറയുന്നത് എസ് ഓർ സെഡ് ആണ്. എസ് ഓർ സെഡ്. അതായത് 0 എന്നുള്ളതിലെ ആദ്യത്തെ സൗണ്ട് എന്ന് എഴുതാൻ പറ്റില്ല അല്ലെ? കിട്ടില്ലേ? എന്താണെന്ന് മനസ്സിലായില്ലേ? അത് 0യുടെ കിട്ടിയല്ലോ. ഇപ്പൊ 1 to 0 നമ്മൾ കോഡ് ചെയ്ത് അല്ലെ? 1 to 0. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. 1 to 0. വേറെ ഒന്നും നിങ്ങൾ ആലോചിക്കണ്ട. എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും നിങ്ങൾ അറിയണ്ട. ജസ്റ്റ് ഇത്രയും നമ്പേഴ്സിന്റെ കോഡ് നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലെങ്കിൽ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടോ? അതല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് വന്നത്? അതിൽ മാത്രമുള്ള ഡൗട്ട് ചോദിക്കും. എനിവൺ? ലക്ഷ്മി, വിനായകൻ, എടാ മനുഷ്യൻ, ഞാൻ മലയാളം എഴുതാത്ത എന്തുകൊണ്ടാ അറിയാം? ഒരാൾക്ക് മലയാളം എഴുതാൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് മലയാളം എഴുതാത്തത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മലയാളത്തിൽ എഴുതി വെക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എടാ അത് വേണ്ടതാണോ എന്ന് ചോദിച്ചാൽ അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യം വരും. എഴുതി വെച്ചോ. ഡൗട്ട് വരാൻ വേണ്ടി പാടില്ലല്ലോ കുറച്ച് കഴിഞ്ഞാൽ. 5 കിട്ടിയില്ല അല്ലെ? 5 എന്താണ്? 5 വെച്ചിട്ടല്ല കോഡ് ഉണ്ടാക്കിയത്. 5ന്റെ കോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് പറയാൻ ശ്രമിച്ചേ. 5 എന്നുള്ളത് 50ന്റെ റോമൻ വേർഡാണ് നമ്മൾ ഓർത്ത് വെക്കുന്നത്. 50ന്റെ റോമൻ ലെറ്റർ എൽ. 5നെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 5 എങ്ങനെയാണ് കിട്ടുക? 5 എന്ന് പറഞ്ഞാൽ 50 ആണ്. 50ന്റെ റോമൻ ലെറ്റർ ആണ് എൽ എന്ന് പറയുന്നത്. അപ്പൊ സൗണ്ട് ഏതൊക്കെ വരും? ല് വരും അല്ലെ? ല് എന്ന് പറയുന്ന സൗണ്ട് ഏതാണ്? 5നുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. ഓക്കെ,
ഇനി ജസ്റ്റ് ഒരു കോഡ് കൂടെ അവിടെ എഴുതി വെച്ചോളൂ. ഒരു കോഡ്, ഇതെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു കോഡാണ്. 1 to 0 കിട്ടാൻ വേണ്ടിയിട്ടാണ്. 10 more logic fibs. 10 more logic fibs. ഈ ഒരു സെന്റൻസിൽ എല്ലാ കാര്യവും ഉണ്ട്. ലെറ്റർ ഉണ്ട്, അതിന്റെ സൗണ്ടും എല്ലാം വരുന്നുണ്ട്. എന്നാലോചിക്കേ, 10 more logic fibs. ഒന്നിത് നമ്പർ ചെയ്തേ. 10 more logic fibsനെ. ഇത് 1 ആണല്ലേ. ടി അല്ലെങ്കിൽ ഡി എന്ന് പറയുന്നത് 10 ആണ്. ജെൻ മോർ. ഇത് 2 ആണ്. എം 3 ആണ്. ആർ 4 ആണ്. ജെൻ മോർ അല്ലെങ്കിൽ 10 മോർ ലോജിക്. ലോജിക് 7 ആണല്ലേ. ഇവിടെ നോക്കിയാൽ സി ആണ് വന്നത് അല്ലെ. സി ആ വന്നത്, പക്ഷെ സൗണ്ട് എന്താ? ലോജിക് ആണ് അല്ലെ. എന്ന് പറയുന്നത് എന്താണ്? 7 അല്ലേ അല്ലെ. അതുകൊണ്ടാണ് ആ ലെറ്റർ മാത്രമല്ല, അതിന്റെ സൗണ്ടും കൂടി ഇമ്പോർട്ടന്റ് ആണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? യെസ്. ഫിബ്സ്. എഫ് എന്താണ്? 8 ആണല്ലേ. ഫിബ്സ്. ഫ് അല്ലെങ്കിൽ എന്താണ്? വ് ആണ്. വ്. ബി എന്താണ്? 9 ആണ് അല്ലെ. പി അല്ലെങ്കിൽ ബ് 9 ആണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താ? സ് അല്ലെങ്കിൽ സ് ആണ്. ഇത് 0 ആണ്. ഓക്കെ, ഒന്നുകിൽ ഇങ്ങനെയും നമുക്കിത് ആലോചിച്ച് വെക്കാം. 10 more logic fibs. ഓക്കെ, കിട്ടിയല്ലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാപ്പോ. സ്റ്റാർട്ട് ചെയ്യാം. Any doubts? യെസ്. 7 എന്ന് പറയുന്നത് 7 എങ്ങനെയാണ്? 7 എങ്ങനെ ഐഡന്റിഫൈ ചെയ്യണമെന്ന് പറഞ്ഞത്? കെ ആണല്ലേ. കെ ഇതാണ് കെ. ഇത് നോക്കിയേ, ഞാനിപ്പോ കെയുടെ ആമ് വരച്ചത്. കെയുടെ ഒരു ആമ് കാണുന്നില്ലേ? ഇത് ഇൻവേർട്ടഡ് 7 അല്ലേ. യെസ്. അപ്പൊ എന്താണ്? കെക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 7 ആണ്. ഓക്കെ, ഇനി 7 എന്ന് പറഞ്ഞാൽ കെ ആണ്. കെ എന്ന് വെച്ചാൽ ആ ഒരു ആൽഫാബറ്റ് കെ മാത്രല്ല, ക് എന്ന് പറയുന്ന സൗണ്ട് ആണ്. ഓക്കെ, ഞാൻ എവിടെയെങ്കിലും കോഡ് കാലറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കാലറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, സ്പെല്ലിംഗ് കറക്റ്റ് ആണോ എനിക്കറിയില്ല, കലോറി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇതെന്തായിരിക്കും? റോബിനെ? കലോറി ഇത് 7 ആയിരിക്കും അല്ലെ. ലോറി എന്താണ്? എല്ലെന്താ? കലോറിയുടെ കോഡ് പറഞ്ഞേ. കലോറിയുടെ കോഡ് പറഞ്ഞേ. കലോറി നോക്കുമ്പോൾ നമ്മളപ്പോ സ്പ്ലിറ്റ് ചെയ്യണം അല്ലെ. കലോറി നോക്കുമ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. നമുക്ക് അറിയുന്ന കായ് ഉണ്ട്, ലായ് ഉണ്ട്, റീ ഉണ്ട്, അല്ലെങ്കിൽ ആർ ഉണ്ട്. അപ്പൊ കാ നമ്മൾ പഠിച്ചിരിക്കുന്നത് 7 ആണ്. എല്ലെന്താ? 5 ആണ്. ആർ എന്ന് പറഞ്ഞാൽ 4ന്റെ ആർ ആണ് 5. 754. Calorie. Yes. What is the code for bike? What is the code for bike? Yes. ഇനി എല്ലാവരും അവരവരുടെ പേരിന് കോഡ് കിട്ടുന്നുണ്ടാ നോക്കിയേ. ഓക്കെ, ശില്പയുടെ കോഡ് പറഞ്ഞേ. ശില്പ. യെസ്. ശില്പ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്? മഞ്ജുഷ 0 ആണോ? യെസ്. ഓക്കെ, നന്നായി. ഈ ഒരു ഉദാഹരണം തന്നെ എടുത്ത് നന്നായി. ശില്പയാണ് കേട്ടോ. ശില്പ അല്ല, ശില്പയാണ്. ശില്പ. മഞ്ജുഷ ഒന്നുകൂടി ട്രൈ ചെയ്തേ. യെസ്. അപ്പൊ നോക്കിയേ, ശില്പേനെ കട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? SH ലിവ് ഉണ്ടല്ല, പിന്നെ ഒരു പിയും കൂടി ഉണ്ട്. അപ്പൊ SH എന്താണ്?
നമ്മൾ വെച്ച് ജ് ച് ഷ് ആണ്. മലയാളത്തിൽ എഴുതുവാണ് ജ് ച് ഷ്. ഇത് മൂന്നുമാണ് ഒന്നിച്ചുള്ളത്. ജ് ച് ഷ് ഷ്. ഓക്കെ, അപ്പൊ ഷ് വരുന്നത് 6 ആണ്, എൽ വരുന്നത് 5 ആണ് അല്ലെ, പി വരുന്നത് എന്താണ് 9 തിരിച്ചിട്ട് അല്ലെ, 659. പിന്നെ എല്ലാവരും അവരുടെ പേര് ചെറിയ പേരാണെങ്കിൽ മതി കേട്ടോ. ഒന്ന് ട്രൈ ചെയ്തേ, എന്താ കോഡ് വരുന്നത് നോക്കിയേ. ലക്ഷ്മി കിട്ടിയില്ലേ? മഞ്ജുഷ, റോബിൻ, ഇതാടാ റോബിന്, നിന്റെ പേര് റോബിൻ. റോബിൻ. എന്ന് നമുക്ക് എളുപ്പത്തിൽ കിട്ടില്ലേ? 2 ആണ് അല്ലെ. 6 എളുപ്പത്തിൽ കിട്ടില്ലേ? 4 അല്ലേ. ബി എന്താ? ബ് എന്താ? ബ് പി ഓർ ബി അല്ലേ. ബി എന്താണ്? 9 അല്ലേ. 492. 492 കിട്ടിയോ? റോബിന് മനസ്സിലായില്ലേ? നന്ദിനി, എടാ യുവിന്റെ അങ്ങനെ ഇല്ല. മഞ്ജുഷ 366 ആണോ? മഞ്ജു അല്ല, ഒരു എണ്ണ നടുക്ക് വരുന്നുണ്ടല്ലോ. നമ്മൾ പറഞ്ഞിരിക്കുന്നതല്ല ഉപയോഗിക്കണം കേട്ടോ, ആ സൗണ്ട് ഒക്കെ വരണം. എം എം എ എൻ ജു 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 എവിടെയോ വന്നിട്ടില്ലേ? അതെ, ആര്യ 4 മാത്രമേ വരൂ. ആര്യ 4 വരൂ. നമ്മൾ പഠിച്ച ഒന്നല്ലേ ഇതിലുള്ളൂ. ആര്യ 4. ഷ എൻ ടു. ജു എന്താണ്? 6 ആണല്ലേ. 6. ഷ ഷായോ തന്നെ. ജീഷ് 3266. യെസ്. ജിനു 62. അതെ, ജിനു 62. ജിനു 62. ആഗ്നറ്റ് ആഗ്നറ്റ് ജി. ആഗ്നറ്റ് ഏതാണ്? ആഗ്നറ്റ് ആഗ്നറ്റ് എന്ന് പറഞ്ഞു. ആഗ്നറ്റ് ആഗ്നറ്റ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ആഗ്നറ്റ് ആഗ്നറ്റ് യെസ്. ആഗ്നറ്റ് പറഞ്ഞേ. ആഗ്നറ്റ് എന്നല്ല, ആഗ്നറ്റ് പറയണമെന്നല്ല, ആഗ്നറ്റിനെ നിങ്ങളൊന്ന് പറഞ്ഞു, എല്ലാവരും ഒന്ന് പറഞ്ഞു. ആഗ്നറ്റ് എടാ എ വരില്ല മനീഷ, അങ്ങനെയല്ല. എ ഇതിൽ ഓരോ വേർഡ് വൈസ് അല്ല. ആ ഫസ്റ്റ് നമുക്ക് വരുന്ന ആഗല്ലേ, അല്ലെങ്കിൽ ഗ അല്ലേ. ഗ ആഗ് ഗ. യെസ്, ആഗ് 7 ആണ് സ്റ്റാർട്ടിങ്. ആഗ് ഗ ഗ. ഓക്കെ, ഗ. ഇനി എൻ വരുന്നുണ്ട് അല്ലെ. ഇനി എൻ വരുന്നുണ്ട്. അതെന്താണ്? എൻ അല്ലെങ്കിൽ 2 ആണ് അല്ലെ. 2. പിന്നെ ടി ആണ് വരുന്നത്. ടി 1 അല്ലേ. ടി 1 അല്ലേ. 721. കിട്ടിയോ? അഖിൽ ദാസ്. അഖിൽ ദാസ് കറക്റ്റ് ആണ്. അഖിൽ ദാസ്. അഖിൽ ദാസ് കിട്ടിയില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ പേര് പഠിച്ചിരിക്കണേ. സ്വാതി. സ്വാതി കറക്റ്റ് ആണ്. സ്വാതി
ഐശ്വര്യ. സ്വ വാ വരും അല്ലെ. ഇത്രയും വരും. ഐശ്വര്യ. സ്വാ എന്ന് പറയുമ്പോൾ ഒരു വാ സൗണ്ട് വരില്ലേ, അതുകൂടെ കൂട്ടണം കേട്ടോ. സ്വാതി ആകുമ്പോ ഇവിടെ കൂടി വരും, അതുകൂടി കൂട്ടണം അല്ലെ. ഒരു വി സൗണ്ട് വരുന്നില്ലേ സ്വാതിയിലും ഐശ്വര്യയിലും ഒക്കെ, സൗണ്ട് വരുന്നില്ലേ. എസ് എന്താണ്? 6 ആണ്. വി എന്ന് പറയുന്നത് എന്താണ്? 8 ആണ്. ആർ എന്ന് പറയുന്നത് 4 ആണ്. 684. ഐശ്വര്യ കറക്റ്റ് അല്ലേ? ഇത് കറക്റ്റ് അല്ലേ? ഐശ്വര്യയുടെ കറക്റ്റ് അല്ലേ നോക്കിയേ. ഐശ്വര്യ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത് നോക്കിയേ. യെസ്. ഇനി ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇത് വെച്ചിട്ടുള്ള ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല കേട്ടോ. അതായത് കൺഫ്യൂഷൻ ആകുന്ന ടൈപ്പിലുള്ള വേർഡ്സ് ഒന്നും നമ്മൾ ഉപയോഗിക്കില്ല. നമ്മൾ കറക്റ്റ് നമുക്ക് വായിച്ചാൽ കിട്ടുന്ന 2 സൗണ്ട് മാത്രം ഉപയോഗിക്കും. ഓക്കെ. നിങ്ങളുടെ പേര് നന്ദിനി NN12 നന്ദിനി കറക്റ്റ് ആണ്. ഓക്കെ. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ഡൗട്ട് ഉണ്ടാവുന്നുണ്ടാവും, വലിയ വേർഡ്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കണം. ഞാനതൊരു ഉദാഹരണം പറയാം, അപ്പൊ തന്നെ നിങ്ങൾക്ക് ആ ഡൗട്ട് മാറും. ഓക്കെ. ആർട്ടിക്കിൾ 14 ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യല്ല കേട്ടോ. ഞാൻ ഇതിന്റെ ഒരു എങ്ങനെയാണ് ഈ മെത്തേഡ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആർട്ടിക്കിൾ 14 എന്താണ്? ആർട്ടിക്കിൾ 14 അത് റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറഞ്ഞ സെക്ഷനിൽ വരുന്നതാണ്. അതിന്റെ ആ ഒരു ആർട്ടിക്കിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇക്വാലിറ്റി ബിഫോർ ലോ ആണ്. ഇക്വാലിറ്റി ബിഫോർ ലോ. എന്താ ഇത്? ഇതിന്റെ മലയാളം മീനിങ് എന്താ? ഇതിന്റെ മലയാളം മീനിങ്? യെസ്. നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ് അല്ലെ. നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് അല്ലെ. നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ പറയുന്നത് പോലും പറഞ്ഞൂടെ? നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരല്ലേ. യെസ്. ഓക്കെ. അപ്പൊ ഞാൻ ഇതിനുണ്ടാക്കിയ കോഡ് all are dear for God. ഇതിന്റെ മീനിങ് എന്താ? ഈ സെന്റൻസിന്റെ മീനിങ് എന്താ? all are dear for God. എന്താ ഇതിന്റെ മീനിങ്? ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്, അതുപോലെ ദൈവത്തിന്റെ ഇടയ്ക്ക് എല്ലാവരും ഒരുപോലെയാണ് അല്ലെ. ദൈവത്തിന് എല്ലാവരെയും പ്രിയപ്പെട്ടവരല്ലേ. ദൈവത്തിന് പാവപ്പെട്ടവനോ പണക്കാരനോ അങ്ങനെയൊന്നുമില്ല അല്ലെ. ദൈവത്തിന് എല്ലാവരും ഒരുപോലെയാണ് അല്ലെ. യെസ്. ഇതാണ് എന്റെ കോഡ്. ഇതാണ് ഞാൻ ഇത് പഠിക്കാനാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോഡ്. ഞാൻ എപ്പോഴെങ്കിലും ആർട്ടിക്കിൾ 14 കാണുമ്പോൾ എനിക്ക് ഡൗട്ട് വരും. ഇക്വാലിറ്റി ബിഫോർ ലോ, ഇക്വാലിറ്റി. ഓക്കെ. ഞാൻ ഇതിനുണ്ടാക്കി വെച്ചിരിക്കുന്ന ഓൾ ആർ ഡിയർ ഫോർ ഗോഡ് ആണ്. ഓക്കെ. ഓൾ ആർ ഡിയർ ഫോർ ഗോഡ്. അല്ലെങ്കിൽ എന്നോട് ഇക്വാലിറ്റി ബിഫോർ ലോ എന്നുള്ളത് ഏത് ആർട്ടിക്കിൾ ആണെന്നുള്ള ക്വസ്റ്റ്യൻ എവിടെയും കണ്ടാൽ ഇക്വാലിറ്റി. ഓക്കെ. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപോലെയാണ്. യെസ്. ഓൾ ആർ ഡിയർ ഫോർ ഗോഡ് എന്നാണ് എന്റെ കോഡ്. നോക്കിയേ. ഡിയറിനെ ഒന്ന് ഡീകോഡ് ചെയ്തേ. എന്താ കോഡ്? ഡിയർ 14 ആണല്ലേ. 14. ഡി എന്ന് പറയുന്നത് 1 ആണ്. ജി അല്ലെങ്കിൽ ഡി ആണ് ഒരുപോലെയുള്ളത്. അതിൽ ഡിയർ. ആർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ആറിൽ ഡൗട്ട് ഇല്ല, 4ന്റെ 6 ആണല്ലോ. യെസ് അല്ലെ. നെക്സ്റ്റ് അടുത്ത എന്റെ കോഡ് ആർട്ടിക്കിൾ 15 വേണ്ടിയിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 15. എടാ എല്ലാ ആർട്ടിക്കിളും സെന്റൻസ് കോഡ് ഉണ്ട്. പക്ഷേ ഇല്ലേ, നമുക്കിത് കിട്ടും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടഫ് അല്ല ഇത്. ഓക്കെ. എല്ലാത്തിനും കോഡ് ഉണ്ട്. പക്ഷെ നമുക്കിത് ആർട്ടിക്കിൾ കാണുമ്പോൾ അല്ലെങ്കിൽ ആ സെന്റൻസ് കേൾക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച കോഡ് പെട്ടെന്ന് കിട്ടും. ഓക്കെ. ആർട്ടിക്കിൾ 15 വലിയൊരു സെന്റൻസ് ആണ്. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. എന്താ ഇതിന്റെ മീനിങ്?
പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ഇത്രയും വലിയ സാധനമാണല്ലേ. ഇത് നിങ്ങൾ ഒരു തവണ വായിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഞാനത് എഴുതുന്നില്ല, നിങ്ങൾ അത് ഒരു തവണ വായിക്കണം. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, സെക്സിന്റെ പേരിലുള്ള വിവേചനം, റിലീജിയന്റെ പേരിലുള്ളത്, റേസിന്റെ പേരിലുള്ളത്, കാസ്റ്റിന്റെ പേരിലുള്ളത്, അല്ലെങ്കിൽ പ്ലേസ് ഓഫ് ബർത്ത്. ഇപ്പൊ നോർത്തിലുള്ളവർക്ക് അറിയാം അല്ലെ, നോർത്ത് ഇന്ത്യയിൽ എന്താണ്, ചിലപ്പോഴൊക്കെ അവർ നോർത്ത് ഈസ്റ്റ് വന്നവരൊക്കെ നീ നോർത്ത് ഈസ്റ്റ് വന്നല്ലേ ചൈനക്കാരനല്ലേ എന്ന് വിളിച്ച് കുഴപ്പമാകും. ഇനിയിപ്പോ കാശ്മീരികൾ വന്നാൽ നീ തീവ്രവാദിയല്ലേ എന്ന് വിളിച്ച് കുഴപ്പമാകും. ഓക്കെ, ബീഹാറിയല്ലേ എന്ന് വെച്ചാൽ നീ കാട്ടെന്നല്ലേ വരുന്ന എന്നിട്ട് കുഴപ്പമാകും. അപ്പൊ ഇങ്ങനെയുള്ള പ്ലേസ് ഓഫ് ബർത്തിന്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട്, ലോകത്ത് മുഴുവൻ നടക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യയിൽ നടക്കുന്ന ഇതിനെ പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുന്നത് ഏത് ആർട്ടിക്കിൾ വെച്ചിട്ടാണ്? ആർട്ടിക്കിൾ 15 വെച്ചിട്ടാണ്. അപ്പൊ നമുക്കിത് വേണ്ട ഒറ്റൊരു വേർഡേ വേണ്ടു, ഡിസ്ക്രിമിനേഷൻ. ഓക്കെ, ഡിസ്ക്രിമിനേഷൻ കാണിച്ചാൽ എന്ത് കൊടുക്കണം? തല്ലു കൊടുക്കണം അല്ലെ. ഞാൻ ഇംഗ്ലീഷ് തന്നെ എഴുതാം. ഡിസ്ക്രിമിനേഷൻ കാണിച്ച തല്ലു കൊടുക്കണ്ട. വേണ്ടേ? തല്ലു കൊടുക്കണം അല്ലെ. തല്ലു കൊടുക്കണം. ഓക്കെ, ഇനി നോക്കിയേ, ഡിസ്ക്രിമിനേഷൻ കാണിച്ചാൽ കൊടുക്കേണ്ട തല്ല് ഒന്ന് ശ്രദ്ധിച്ചേ. തല്ല്, ഇതാണ് നമ്മുടെ കോഡ്. തല്ലിനെ ഒന്ന് ഡീകോഡ് ചെയ്തേ. തല്ല്, പതിനഞ്ചല്ലേ? യെസ്, 15 അല്ലെ, 15. ഇനി നിങ്ങൾക്ക് ഇത് ഡബിൾ എൽ ഒക്കെ കാണുമ്പോൾ അത് ഡബിൾ 5 ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അല്ല കേട്ടോ, അതെന്തുകൊണ്ടാ? നമ്മൾ ല് എന്നുള്ള സൗണ്ട് ആണല്ലേ നോക്കുന്നത്, നമ്മൾ ലെറ്റർ അല്ലല്ലോ നോക്കുന്നത്, ല് എന്നുള്ള സൗണ്ട് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ്? ഡിസ്ക്രിമിനേഷൻ കാണിച്ചാൽ തല്ലു കൊടുക്കണം. ഇത് യൂസ്ഫുൾ ആണോ? ഇത്? ഓക്കെ, ഒന്ന് ആലോചിക്കേ, എത്ര കോഡ് പഠിക്കാനുണ്ട് ആലോചിക്കേ. ഒരുപാട് കോഡ് പഠിക്കാനുണ്ട്, പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ ഈ ഒരു ലെറ്റർ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ശരി മഞ്ജുഷ, മുഴുവനും പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് പറയാൻ പറ്റും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ. ട്രൂ. അപ്പൊ ഓക്കെ, അപ്പൊ ഇങ്ങനെ കേട്ടോ, ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓരോ ആർട്ടിക്കിൾ ഉണ്ടാവും, അതിൽ നമുക്ക് പറ്റിയൊരു സെന്റൻസിലേക്ക് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എന്ത് കിട്ടും? നമുക്കിത് കിട്ടും. അത് ഡീകോഡ് ചെയ്യാനോ നമുക്ക് ഒരു 1-2 തവണ വായിക്കുമ്പോൾ തന്നെ നമുക്കിത് ഒരു ഐഡിയ കിട്ടും ഇതിനെ പറ്റി. ഓക്കെ, അതിനു മുന്നേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യലാണെങ്കിൽ ആർട്ടിക്കിൾ 1 to 4. ഇത് കോഡിലൊന്നും ഇല്ലാത്തതാട്ടോ, കോഡിൽ ഇല്ലാത്ത കാര്യമാണ്. ഞാൻ ഇപ്പോഴും പറയുന്നു, കുറച്ചെണ്ണത്തിനെ ഞാൻ കോഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ. കുറച്ചെണ്ണം എന്ന് വെച്ചാൽ അത് കുറച്ച് നമ്പർ ഉണ്ട്, പക്ഷെ ബാക്കിയുള്ളതും ബാക്കിയുണ്ട് അവിടെ. 1 to 4 യൂണിയൻ ആൻഡ് ടെറിട്ടറി. ഓക്കെ, പാർട്ട് 1 ആണ്. പാർട്ട് 1 വരുന്ന ആർട്ടിക്കിൾസ് ആണ് 1 to 4. അപ്പൊ അതിലെന്താണ് പറയുന്നത്? യൂണിയനും അതിന്റെ ടെറിട്ടറീസിനെ പറ്റിയുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത്, ടു ബി ഹോണസ്റ്റ്, ഇത്രയും കാലം ഈ ആർട്ടിക്കിൾസ് ഒക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ ഈ അടുത്തായിട്ട് ഈ ആർട്ടിക്കിൾ 3 എന്താണ്, ആർട്ടിക്കിൾ 4 എന്താണ്, ഇതൊക്കെ കുറച്ചുകൂടെ ഡീപ്പായിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഇതൊക്കെ ഹാർഡ്ഷിപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെ ഹാർഡ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളൊന്ന് ആലോചിച്ച്, ഇത്രയും ഡീപ്പായിട്ട് ഇത് പഠിക്കണമെങ്കിൽ നമുക്ക് വല്ല ലോ സ്കൂളിലും ചേർന്നൂടെ, അല്ലെ ലോ കോളേജിലും ചേർന്നൂടെ? ഈ ഒരു SSCയുടെ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ 470 ആർട്ടിക്കിൾസും അറിഞ്ഞിരിക്കണം എന്നാണെങ്കിൽ നമുക്ക് നോക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല അല്ലെ. നമ്മളൊരു മാക്സിമം ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 10-80 എണ്ണം പഠിച്ചു വെക്കണം. ഓക്കെ, അതിന് പുറത്തുനിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ പാനിക് ആകരുത്.
നല്ല ഹാർഡ് ഷിഫ്റ്റ് ആണെന്നാണ് അതിന്റെ മീനിങ്. GK അതിൽ ഹാർഡ് ആണെന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, യെസ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ GK ഒക്കെ അറ്റംപ്റ്റ് കാണുന്നില്ല നിങ്ങൾ? ഇത്തവണ റീസണിങ്ങും പാടായിരുന്നു, എന്നാലും GK അറ്റംപ്റ്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ? ചില ഷിഫ്റ്റിലൊക്കെ ഏവറേജ് 7 ക്വസ്റ്റ്യൻ മാത്രം കിട്ടിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ. ആൾക്കാർ എന്നല്ല, ഏവറേജ് 7 ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യാൻ പറ്റിയ ഷിഫ്റ്റ് ഒക്കെ ഉണ്ട്. GK അത്രയും പാടായിട്ടുള്ള ഷിഫ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ ആർട്ടിക്കിൾ 1 to 4 എന്താണ്? യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ആണ്. ഇനി ആർട്ടിക്കിൾ 5 to 11 പാർട്ട് 2 സെക്കൻഡ് പാർട്ടാണ്, പാർട്ട് 2. ആർട്ടിക്കിൾ 1 to 4 കഴിഞ്ഞ അടുത്തത് ഏതാണ്? 5 to 11 ആട്ടോ. ആർട്ടിക്കിൾ 5 to 11 ആണ്. ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? പാർട്ട് 2 ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? യെസ്, സിറ്റിസൺഷിപ്പ് ആണ് അല്ലെ. സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 5 to 11. ആർട്ടിക്കിൾ 5 to 11. തൽക്കാലം നിങ്ങൾ ബിഗിനേഴ്സ് എന്ന നിലയിൽ ഇത് മാത്രം പഠിക്കുക. 5 to 11 എന്താണ്? നിങ്ങൾ ഇതൊക്കെ കവർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ നേരത്തെയൊക്കെ പറയുന്നത് പോലെ തന്നെ ഇതൊക്കെ കവർ ചെയ്യുകയാണെങ്കിൽ ഇതിലുള്ള ഓരോ ആർട്ടിക്കിൾ വെച്ചിട്ടും ഡീപ്പായിട്ട് പഠിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ട് ഏതൊക്കെയാണ് ചോദിച്ചത് നോക്കിയിട്ട് തന്നെ പഠിക്കണം. ഓക്കെ, പാർട്ട് 3 തൊട്ടിട്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് വരുന്നത്. ഇമ്പോർട്ടൻറ്റ് മീൻസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതും അത് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ചോദിക്കണം. ആർട്ടിക്കിൾ 12. ഓക്കെ, പാർട്ട് 3 ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ്? പാർട്ട് 3 യെസ്, ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. യെസ്, ഫണ്ടമെന്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് പാർട്ട്. അതിൽ ആർട്ടിക്കിൾ 12 എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിഷൻ ആണ്. 12 എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിഷൻ ആണ്. ആർട്ടിക്കിൾ 13. യെസ്, ഫണ്ടമെന്റൽ റൈറ്റ്സിനെ അതിനെ എതിർക്കുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനെ ഡെറോഗേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയുന്നതാണ് ആർട്ടിക്കിൾ 13. ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഒന്നുകിൽ അതിനെ ഡെറോഗേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ലോസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഡെറോഗേറ്റീവ് എന്നാണ് കേട്ടോ. ഡെറോഗേറ്റീവ് ആയിട്ടുള്ള ലോസിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 13. ഓക്കെ, ഇനി അടുത്ത പാർട്ട് 3 തന്നെയുള്ള റൈറ്റ് ടു ഇക്വാലിറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നതാണ് അടുത്ത 14-ാമത്തെ തൊട്ട്. റൈറ്റ് ടു ഇക്വാലിറ്റി. ഇതിൽ വരുന്ന ഫസ്റ്റത്തെ ഏതാണ്? ആർട്ടിക്കിൾ 13 കഴിഞ്ഞാൽ ഏതാണ്? ആർട്ടിക്കിൾ 14 അല്ലേ? എന്താ ആർട്ടിക്കിൾ 14? ഇക്വാലിറ്റി ബിഫോർ ലോ ആണ് അല്ലെ. ഇക്വാലിറ്റി ബിഫോർ ലോ. എന്തായിരുന്നു കോഡ്? ഇക്വാലിറ്റി ബിഫോർ ലോ. ഇക്വാലിറ്റി all are dear for God അല്ലെ. all are dear for God. യെസ്, dear to God എന്നോ dear for God എന്നോ നിങ്ങൾ ഉപയോഗിക്കാം. ഇനി ആർട്ടിക്കിൾ 15 എന്തായിരുന്നു? നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അതിന്റെ ഒരു ഡീകോഡിങ് 1 ആണ്, T അല്ലെങ്കിൽ D വരും, 5 എന്ന് പറഞ്ഞാൽ L ആണ്. തല്ല്. നമ്മൾ ഇതൊക്കെ ഒരു തവണ നിങ്ങൾ ഇതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ 1ഉം 5ഉം കോഡ് ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇംഗ്ലീഷ് ഒന്നും വരില്ല. നിങ്ങൾ ഡയറക്റ്റ് ഈ മലയാളം തന്നെ ആദ്യം ആലോചിക്കുള്ളൂ. ഓക്കെ, ട്രസ്റ്റ് മീ, ഞാൻ ഇത് ഒരുപാട് കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യുന്നതാണ്.
ഡിസ്ക്രിമിനേഷൻ കാണിച്ചാൽ തല്ല് കിട്ടും അല്ലെ, അല്ലെങ്കിൽ തല്ല് കൊടുക്കണം. ഡിസ്ക്രിമിനേഷൻ കാണിച്ചാൽ തല്ല് കൊടുക്കണം. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ വലിയൊരു ആർട്ടിക്കിൾ ഒരു തവണയെങ്കിലും നിങ്ങൾ വായിച്ചിരിക്കണം കേട്ടോ. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ് ഓർ പ്ലേസ് ഓഫ് ബർത്ത്. ഈ ഒരു കാര്യം നിങ്ങൾ വായിച്ചിരിക്കണം. ഇത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കോഡ് കിട്ടും. ഡിസ്ക്രിമിനേഷൻ കാണിച്ചാൽ തല്ല് കിട്ടും. പിന്നെ ആർട്ടിക്കിൾ 16. ആർട്ടിക്കിൾ 16 എന്താ? യെസ്, ആർട്ടിക്കിൾ 16 എന്ന് പറയുന്നത് ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ മാറ്റേഴ്സ് ഓഫ് പബ്ലിക് എംപ്ലോയ്മെന്റ്. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി in matters of public employment. In matters of public employment. Okay, public employment. Yes. നിങ്ങൾ DJ പാർട്ടീസ് കണ്ടിട്ടുണ്ടാവുമല്ലോ. DJ പാർട്ടീസ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? പബ്ലിക് ആയിട്ട് നടക്കുന്ന DJ പാർട്ടീസ് ഒക്കെ കണ്ടിട്ടില്ലേ? പബ്ലിക് ആയിട്ട് നടക്കുന്നത്. വേണമെങ്കിൽ ഇതൊരു പബ്ലിക് ഫംഗ്ഷൻ നമുക്ക് പറയാം അല്ലെ. വേണമെങ്കിൽ ഇതൊരു പബ്ലിക് ഫംഗ്ഷൻ എന്ന് പറയാം. ഇപ്പൊ DJ പാർട്ടീസിൽ എന്താണ്? എല്ലാവർക്കും DJ ആവാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എല്ലാവർക്കും DJ ആവാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. DJ ആവാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈക്വൽ. ഇതാണ്, ഈ ഒരു സെന്റൻസ് ആണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടത്. എല്ലാവർക്കും DJ ആവാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. DJ ആവാം. DJ ഓക്കെ, കിട്ടില്ലേ? DJ എന്താണ്? DJ ആണ് അല്ലെ. DJ നോക്കിയേ, കിട്ടുന്നുണ്ടോ? നോക്കിയേ, DJ. എല്ലാവർക്കും DJ ആവാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്കറിയാം DJ എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെ, അങ്ങനെ പ്രതീക്ഷിക്കാം അല്ലെ. അപ്പൊ എന്താണ്, അവിടെ വലിയ ഡിസ്ക്രിമിനേഷൻ ഒന്നും ഉണ്ടാവില്ല, സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടാവില്ല. ഈക്വൽ ആയിട്ട് DJ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അങ്ങനെയുള്ള ഏരിയ ആണല്ലോ. അപ്പൊ എന്താണ്, എല്ലാവർക്കും DJ ആവാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടും. ഓക്കെ, കിട്ടൂലേ? യെസ്. അടുത്തത് ആർട്ടിക്കിൾ 17. ആർട്ടിക്കിൾ 17 എന്താ? ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആണല്ലേ. അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഇത് കോഡൊന്നില്ല, കോഡില്ലാതെ ഞാൻ ഒരു ചിത്രത്തിലൂടെ നമുക്ക് പഠിക്കായിരുന്നു. കിട്ടുന്നുണ്ടോ? ഇതെന്താ സംഭവം മനസ്സിലാകുന്നുണ്ടോ? ഒരാള് വേറൊരാൾ ടച്ച് ചെയ്യാൻ നോക്കുവാണ് അല്ലെ, കൈ നീട്ടി ടച്ച് ചെയ്യാൻ ശ്രമിക്കലല്ലേ. അൺടച്ചബിലിറ്റി അബോളിഷ് ചെയ്തതിന്റെ സിമ്പൽ പോലെ തോന്നില്ല? ആഹാ, എത്ര മനോഹരം. മോഡേൺ ആർട്ട് ഇവിടെ തോന്നുന്നില്ലേ? തോന്നുന്നുണ്ടല്ലോ, എനിക്ക് തോന്നുന്നുണ്ടല്ലോ. ഞാൻ വരച്ചതുകൊണ്ടാണോ? എടാ വായത് ഇതൊക്കെ വരുവാടാ, ഇതൊക്കെ മനസ്സിൽ വരൂ.
അൺടച്ചബിലിറ്റി, ടച്ച് ചെയ്യാൻ ശ്രമിക്കലല്ലേ? ഓക്കെ, വായന വരും, ഇതൊക്കെ കിട്ടും. ഇത് നിനക്കിനെ ഏത് കിട്ടിയില്ലെങ്കിലും ഇത് കിട്ടും, ആർട്ടിക്കിൾ 17 കിട്ടും. ഓക്കെ, ആർട്ടിക്കിൾ 17 കിട്ടും, ഇനി എല്ലാവർക്കും കിട്ടും, ഇനി ഇത് മാറാനൊന്നും പോകില്ല. ആർട്ടിക്കിൾ 17 എന്തായാലും കിട്ടും. ഇനി ആർട്ടിക്കിൾ 18. ആ, ഗാന്ധിജി ഓർത്താലും മതി. അശ്വതി, ആർട്ടിക്കിൾ 17 പ്രത്യേകത അറിയില്ലേ? മഹാത്മാഗാന്ധിക്ക് ജയിലിന് വിളിച്ചത് കൊണ്ട് പാസ് ചെയ്ത ഒരു ആർട്ടിക്കിൾ ആട്ടോ ആർട്ടിക്കിൾ 17. അതുകൂടെ ഓർത്ത് വെക്കണേ. യെസ്, ആർട്ടിക്കിൾ 18. ആർട്ടിക്കിൾ 18, abolition of titles. Abolition of titles. ഒരുപാട് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു അല്ലെ? ദേവരാജ, രാജാവ്, അല്ലെങ്കിൽ മഹാരാജാവ്, നീണാൽവായട്ടെ, അങ്ങനെയുള്ള ഒരുപാട് ടൈറ്റിൽസ് ഉണ്ടായിരുന്നു അല്ലെ? സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഒരുപാട് പേർക്ക്. ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാണല്ലോ അല്ലെ? ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാണല്ലേ അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ടൈറ്റിൽസ് ഒക്കെ അബോളിഷ് ചെയ്ത ആർട്ടിക്കിൾ 18 വഴിയാണ്. ഓക്കെ, ഇതിന്റെ കോഡ് ദിവ്യനാമങ്ങൾ എടുത്തു കളഞ്ഞു. ദിവ്യനാമങ്ങൾ എടുത്തു കളഞ്ഞു. നിങ്ങൾ വേണം മലയാളത്തിൽ എഴുതിയാലും മതി കേട്ടോ. ദിവ്യ എന്ന് മാത്രം ഒന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ മതി, ബാക്കി നിങ്ങൾ മലയാളത്തിൽ എഴുതിയാലും മതി. ദിവ്യനാമങ്ങൾ എടുത്തു കളഞ്ഞു. ദിവ്യ, ഈ ടൈറ്റിൽസ് എന്ന് പറയുന്ന ദിവ്യനാമങ്ങളല്ലേ? ദിവ്യമായ എന്തോ ആണെന്നല്ലേ അവർ വിചാരിച്ചിരിക്കണേ ടൈറ്റിൽസ് കൊണ്ട് അല്ലെ? ഇതൊന്ന് ഡീകോഡ് ചെയ്ത്. ദിവ്യ 1 8 ഇങ്ങനെയാണല്ലേ? 8ന്റെ ഇവിടെയാണ് വി ഉള്ളത്. 18. അപ്പൊ ദിവ്യനാമങ്ങളൊക്കെ എടുത്തു കളഞ്ഞു, അല്ലെങ്കിൽ അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് ആണ് ആർട്ടിക്കിൾ 18 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 18. ഇനി കോഡില്ലാത്ത 2 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, പക്ഷെ ഞാൻ അതുകൂടെ പറഞ്ഞാൽ നിങ്ങൾ ബോറടിക്കും. അതുകൊണ്ട് ഞാൻ ആർട്ടിക്കിൾ 19ഉം 20ഉം നാളെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇന്ന് ബാക്കിയുള്ളത് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. പേഴ്സണൽ ലിബർട്ടി. Yes. Life is naughty. Life is naughty. Naughty when there is personal liberty. അങ്ങനെയല്ലേ? When there is personal liberty. Yes. നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം, പേഴ്സണൽ ലിബർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇതാവും അല്ലെ? എന്താ പറയാ, നമ്മൾ കുറച്ച് കളി കൂടുതലായിരിക്കും അല്ലെ? അങ്ങനെയല്ലേ? അല്ലെ? കുറച്ച് ഫ്രീഡം കിട്ടിയാൽ നമ്മൾ കുറച്ച് ഇതാവൂലേ? ലൈഫ് ഈസ് നോട്ടി വെൻ ദർ ഈസ് പേഴ്സണൽ ലിബർട്ടി അല്ലെ? ഇതില് നോട്ടിയുടെ ഒക്കെ സ്പെല്ലിംഗ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ ഈ ചെറുതായിട്ട് എഴുതിയില്ലേ, ജി ഒക്കെ നിങ്ങൾ കാണാത്ത രീതിയിൽ ഞാൻ എഴുതിയത്. ആ ജി കണ്ടിട്ട് നിങ്ങൾ അടുത്ത കോഡിലേക്ക് പോവാതിരിക്കാനാണ്. നോട്ടി, നോട്ടി എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് മാത്രമേ ഉള്ളൂ അല്ലെ? നോട്ടി അല്ലെ? നോട്ടി ഇത്രയല്ലേ വേണ്ടു.
naughty. Life is naughty when there is personal liberty. അപ്പൊ എന്താ കോഡ് എന്തായിരിക്കും ഇതിന്റെ കോഡ്? ലൈഫ് ഈസ് നോട്ടി when there is personal liberty എന്ന് പറഞ്ഞേ. നോട്ടി ആണല്ലേ, നോട്ടി. അതായത് 21 ആണ്, ആർട്ടിക്കിൾ 21 ആണ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിനെ പറ്റി പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെ ഹെക്ടിക് ആയി വരുന്നുണ്ടോ? കോഡ് പഠിക്കലും കൂടി ഒരു ബുദ്ധിമുട്ടായി വരുന്നുണ്ടോ? മനീഷ, ലക്ഷ്മി, മഞ്ജുഷ, ശ്രുതി, വിനായകന്റെ ഒന്നും അഡ്രസ് ഇല്ലല്ലോ. വിനായക പോയാ? ഇതുവരെ വളരെ കറക്റ്റ് ആണ് സാർ. ഓക്കെ, ഇതെങ്ങനെയാണ് ഇപ്പൊ നിങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്യിക്കുക എന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ലല്ലോ. യെസ്, ഞാനൊരു കോഡ് പറയാം. ശരിയാണ്. അല്ല, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമല്ലോ, അത് കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. ഞാനൊരു കോഡ് പറയാം, നിങ്ങൾ ഡീകോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. മൈനോറിറ്റീസിന് നബിയെ വേർഷിപ്പ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. മൈനോറിറ്റീസിന് ഞാൻ കുറച്ച് കോഡ് മാത്രം പറയാം കേട്ടോ, നമുക്ക് ഇന്ന് പെട്ടെന്ന് നിർത്താം. ഞാൻ വിചാരിച്ച പോലെ 9 വരെ ഒന്നും പോകണ്ട. മൈനോറിറ്റീസിന് നബിയെ വേർഷിപ്പ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. മൈനോറിറ്റീസിന് നബിയെ വേർഷിപ്പ് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. യെസ്, ആർട്ടിക്കിൾ 29 ആണ് അല്ലെ. ആർട്ടിക്കിൾ 29 എന്താണെന്നറിയോ? പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആണ്. പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ് ആണ്. ഓക്കെ, ഇതൊക്കെ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? ഇല്ലേ, പറ്റുന്നില്ലേ? ഇല്ലടാ, ഇതൊക്കെ ഡീകോഡ് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പൊ ഇതൊക്കെയാണ്. ഇനി നമുക്കറിയാലോ, ഇവിടെ ഏറ്റവും നന്നായിട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുപോകുന്നത് ആരാണ്? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകുന്ന ആരാണ്? പേര് കേട്ടാൽ തന്നെ അറിഞ്ഞൂടെ? മാർ ബസേലിയസ്. ക്രൈസ്റ്റ് കോളേജ്, ഒരുപാട് ക്രൈസ്റ്റ് കോളേജ് ഉണ്ടല്ലോ ഇന്ത്യയിൽ മൊത്തം. ക്രൈസ്റ്റ് കോളേജ്, സെന്റ് തോമസ് കോളേജ്, ഇങ്ങനെ ഒരുപാട് കോളേജുകളില്ലേ. അപ്പൊ നമുക്കറിയാലോ, ക്രിസ്ത്യൻസ് അല്ലേ ഇവിടെ ഏറ്റവും നന്നായിട്ട്, ക്രിസ്ത്യൻ മിഷണറീസിന്റെ കോളേജ് അല്ലേ ഇവിടെ ഏറ്റവും നന്നായിട്ട് പോകുന്നത് അല്ലെ. അപ്പൊ ഞാനൊരു കോഡ് പറയാം, നിങ്ങൾ അതൊന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയാൽ മതി. മൈനോറിറ്റീസിന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ മാസാണ്. മൈനോറിറ്റീസിന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ മാസാണ്. മൈനോറിറ്റീസിന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ മാസ് ആണ്. മാസ് 30 ആണല്ലേ, ആർട്ടിക്കിൾ 30 ആണ്. ഇനി ആ ആർട്ടിക്കിൾ കൂടി നിങ്ങൾ കേട്ടോളൂ.
റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇതാണ് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ കോഡിങ്ങൾ ഇനി മറക്കുമോ? മൈനോറിറ്റീസിന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ മാസമാണെന്നുള്ളത് മറക്കുമോ? യെസ്. ലക്ഷ്മി, നമ്മുടെ ഇവിടെ അല്ല, ഇന്ത്യയിൽ മൊത്തം ഏറ്റവും നന്നായിട്ട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? ക്രിസ്ത്യൻസ് ആണല്ലേ? അല്ലെങ്കിൽ ആരാണ്? മൈനോറിറ്റീസ് ആണ്. ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ മൈനോറിറ്റീസ് ആണ്. അപ്പോൾ എന്താണ് ആർട്ടിക്കിൾ 30 എന്താണ്? റൈറ്റ് ഓഫ് മൈനോറിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് അവർക്ക് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുമുള്ള റൈറ്റ്. അതാണ് ആർട്ടിക്കിൾ 30 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആർട്ടിക്കിൾ 30 പ്രൊവൈഡ് ചെയ്യുന്നു. Then let's stop, I think. ഒരു ഏകദേശം ഐഡിയ വന്നില്ലേ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ? ഒരുപാട് പേര്. അപ്പൊ നിങ്ങൾക്ക് തെറ്റ് പറ്റാത്ത രീതിയിൽ, തെറ്റെന്നല്ല, ഇത് എന്താ പറയാ, നിലവിലുള്ളത് ഇത്രയും കാലമായിട്ട് ചോദിച്ചത് ഒരു ബെഞ്ച് മാർക്ക് പോലെ നമ്മൾ പഠിച്ചു നോക്കണം. ഓക്കെ, നമുക്ക് നിർത്താം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിപ്പം ക്ലിയർ ചെയ്യാം. ഇത്ര വരെ പറഞ്ഞത് ഒരുപാട് ഉണ്ട് കേട്ടോ. ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഒരുപാട് എണ്ണത്തിന് വരാൻ പോകുന്നേ ഉള്ളൂ. ഇനി ഡൗട്ട്സ്? റെക്കോർഡിംഗ് തരാം. ഇന്നത്തെ റെക്കോർഡിംഗ് ഗ്രൂപ്പിലിടാം. ഗ്രൂപ്പിലിടാം. ഓക്കെ. ഇത് വിഷ്ണു സാറും ഞാനും തേജസ് സാറും കൂടി കണ്ടുപിടിച്ചാട്ടോ. കണ്ടുപിടിച്ചല്ല, ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നെയാണ്. മഞ്ജുഷ അതാ പറഞ്ഞത്. നമ്മൾ ലൂസന്റിൽ ആർട്ടിക്കിൾ 60 മാത്രമല്ല, ഒരുപാട് ആർട്ടിക്കിൾസ് ഇല്ല. അത് ഏത് ബുക്ക് എടുത്താലും ആ ബുക്കിൽ 470 ആർട്ടിക്കിളും ഉണ്ടാവില്ല. ഓക്കെ, കാരണം എല്ലാ പാർട്ടിന്റെയും ഫസ്റ്റ് ആർട്ടിക്കിൾ, അതായത് ഏത് പാർട്ടാണോ തുടങ്ങുന്നത് ആ പാർട്ടിന്റെ ഫസ്റ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ആയിരിക്കും. ഡെഫിനിഷൻ നോട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരിക്കും. അതൊന്നും ഇതിൽ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമില്ലാത്തതാണ്. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആവശ്യമുള്ളത് മാത്രമേ അവർ അതിൽ കൊണ്ടുവച്ചിട്ടുള്ളൂ. ലൂസന്റിലാണെങ്കിലും ടാലന്റിലാണെങ്കിലും അരിഹന്തിലാണെങ്കിലും ഏതിലാണെങ്കിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എന്താ പറയണ്ടേ? നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 470 ആർട്ടിക്കിളും പഠിക്കുക എന്നുള്ളതല്ല. ഇതുവരെ ചോദിച്ചതും അതുപോലെ ഇനി എന്തെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻസ് തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യാം അല്ലെങ്കിൽ പഠിക്കുക. ഓക്കെ, സ്വാതി ഒരുപാട് മിസ്സായിട്ടുണ്ടോ? സ്വാതി ആരോടൊന്നും ചോദിക്കില്ല. മലയാളം എഴുതിയതൊക്കെ ഞാൻ കുറച്ച് മലയാളം അധികം എഴുതിയിട്ടുണ്ട്. ആരോടൊന്നും ചോദിക്കോട്ടോ സ്വാതി. വാഹിദ കൺഫ്യൂഷൻ ആയോ? വാഹിദ
ഓക്കെ, ഡൗട്ട് ഇല്ലാത്തവർക്ക് പോവാട്ടോ. വിനായക്, ഗുഡ് നൈറ്റ്. Good night.